ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഡ്യൂസ് ഫാം അക്കാഡമി. നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തിയറി ക്ലാസ്സസ് വളരെ ഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ തിയറി ക്ലാസ്സസ് ഡെപ്ത് ആയിട്ട് പഠിച്ചാൽ മാത്രം പോരാ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ PSCയുടെ കാര്യം നമുക്കറിയാലോ, പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾ മാത്രമേ നമ്മളെ റാങ്ക് ലിസ്റ്റ് കയറത്തുള്ളൂ. അപ്പൊ നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? സോ നമ്മൾ റാങ്ക് ബൂസ്റ്റർ ഫയൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ റാങ്ക് ബൂസ്റ്റർ ഫയലിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ which organ primarily secrete renin to initiate the renin-angiotensin mechanism? ഇപ്പൊ നമ്മൾ പറഞ്ഞോളൂ അല്ലെ? അതാ ഞാൻ പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ നമ്മൾ ആ ഏരിയ നമ്മൾ ഡെപ്ത് ആയിട്ട് പഠിക്കണം. ഓക്കെ, സോ ഏത് ഓർഗൻ ആണ് റെനിൻ സെക്രീറ്റ് ചെയ്യുന്നത്? ഏത് ഓർഗൻ ആയിരുന്നു? സിമ്പിൾ. ലിവർ ആണോ? അല്ല. കിഡ്നി? ലങ്സ്? അല്ല. ഏതാ? ഹാർട്ട്? അതുമല്ല. സോ ആൻസർ ഏതാ? ഇറ്റ് ഇസ് കിഡ്നി. Okay, so the primary organ responsible for secreting renin in the renin-angiotensin mechanism is the kidneys. Kidneys ആണ് renin release ചെയ്യിക്കുന്നത്. ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ആവുമ്പോൾ കിഡ്നി ആണ് ഇത് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ കിഡ്നി എന്ത് ചെയ്യുന്നു? renin റിലീസ് ചെയ്യിക്കുന്നു. Okay, so when the kidney sends a decrease in blood pressure, a decrease in sodium concentration in the filtrate. അതായത് എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ കിഡ്നി ഡിറ്റക്ട് ചെയ്യുന്നത്? നമ്മുടെ ഫിൽട്രേറ്റില്, കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഫിൽട്രേറ്റിൽ സോഡിയത്തിന്റെ എമൗണ്ട് കുറവാണ് എന്ന് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ബ്ലഡ് പ്രഷർ കുറവാണ്. അന്നേരം എന്ത് ചെയ്യും? they will release renin into the bloodstream. ബ്ലഡ് സ്ട്രീമിലേക്ക് റെനിനെ റിലീസ് ചെയ്യിക്കും. renin then acts on angiotensinogen, leading to the conversion of angiotensin 1 to angiotensin 2, which subsequently leads to the formation of angiotensin 2 and regulation of blood pressure. അതായത് സിമ്പിൾ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. റെനിൻ എന്ത് ചെയ്യുന്നു? റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കും. ദെൻ എയ്സ് എൻസൈം വരും. എയ്സ് എൻസൈം ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആക്കും. ഈ 2 ചെന്നിട്ട് ആക്ഷൻസ് തരും. ഓക്കെ, ദാറ്റ് ഈസ് about renin-angiotensin aldosterone system. So ആദ്യം റെനിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഏത് ഓർഗനിൽ നിന്നാണ്? കിഡ്നി എന്നാണ് അല്ലെ? Then next question. നമസ്കാരം, എഡ്യൂസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, PSC ഇപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2-ന്റെ. അപ്പോ നമുക്കൊരു നിശ്ചിതമായിട്ടുള്ള ഒരു സിലബസ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, ഓരോ സിലബസിൽ നിന്ന് ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ എത്ര വരെ പഠിക്കണം, ഞാൻ ഇത്രയും പഠിച്ചാൽ മതിയോ, അതോ ഇനിയും അധികം പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഉടനെ ജോയിൻ ചെയ്യാം എഡ്യൂസ് അക്കാഡമിയിലേക്ക്. കാരണം ഇവിടെ നമ്മൾ അധികമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് ഒരു പെർഫെക്റ്റ് സിലബസോടെ ആ സിലബസ് അനുസരിച്ച് നമ്മൾ റെസല്യൂട്ട് ചെയ്ത ഒരു ഫോർമുലയാണ് നിങ്ങളുടെ മുന്നിൽ തരുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ധൈര്യമായി പഠിക്കാം. വേറെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടും ഇല്ലാണ്ട് ധൈര്യമായിട്ട് എഡ്യൂസ് അക്കാഡമിയോട് ജോയിൻ ചെയ്യാം. സോ നമ്മൾ നോക്കാൻ പോകുന്നത് കീമോതെറാപ്പിയിലെ ആന്റി TB ഡ്രഗ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും അറിയാം TB എന്താണെന്ന് അറിയാം അല്ലെ? സോ ബേസിക് ആയിട്ട് നമ്മൾ TB എങ്ങനെയാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം അറിയണം. സോ ബേസിക് ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ TB പേഷ്യൻസിന് തിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് അഡൾട്ട് കാറ്റഗറി ആൻഡ് സെക്കൻഡ് വൺ ഈസ് പീഡിയാട്രിക് കാറ്റഗറി. സോ അഡൾട്ടിനും പീഡിയാട്രിക്കിനും നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്ന മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും. പണ്ട് കാലം മുതലേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മാൻഡോക്സ് ടെസ്റ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ കയ്യിലൊക്കെ ഒരു ഇഞ്ചക്ഷൻ വെക്കും, അത് എത്രത്തോളം പൊങ്ങുന്നുണ്ടെന്ന് നോക്കും. നോക്കിയതിനു ശേഷം എന്ത് ചെയ്യും? അത് TB ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഒരുപാട് സ്ക്രീനിങ് ഉണ്ട്. ബേസിക് ആയിട്ട് ഇപ്പോ എനിക്ക് TB വന്നു കഴിഞ്ഞാൽ എനിക്ക് സിംറ്റംസ് കാണിച്ചു തുടങ്ങും. എന്തൊക്കെയായിരിക്കും സിംറ്റംസ്? വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കാം, ഒരു 7 ദിവസം ചുമ ഉണ്ടായിരിക്കാം, വിശപ്പില്ലായ്മ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു 2-3 സെറ്റ് ഓഫ് എന്തുണ്ട്, രാത്രി വേർക്കുക, അങ്ങനെയുള്ള ഒരുപാട് സിംറ്റംസ് കാണിച്ചുകൊണ്ടിരിക്കും. സോ ഈ സിംറ്റംസ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു. ഇപ്പൊ നമുക്ക് ഒരുപാട് ഡോട്ട്സ് കോർണർ ഉണ്ട്, അല്ലെങ്കിൽ TB സ്ക്രീൻ ചെയ്യുന്ന ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. സോ ഈ സെന്ററിലേക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് ഡോക്ടർ എന്താ ചെയ്യാം? എനിക്ക് സ്പൂട്ടം ഉണ്ടെങ്കിൽ സ്പൂട്ടം ആദ്യം അവരെന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. അത് മൈക്രോസ്കോപ്പിക് ചെയ്യും. അതിനുശേഷം കോളനി ഉണ്ടോ, മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുൾ ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. ഇതാണ് പ്രൈമറി ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലിനിക്കലി എങ്ങനെ ചെയ്യാം? ആദ്യം ഒരു സ്കാനിങ് എടുത്ത് നോക്കും, നമ്മുടെ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കും. സോ ആ എക്സ്റേയിൽ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫെർദർലി ഡബിൾ
ഡെവലപ്ഡ് ആയ ടെസ്റ്റുകളുണ്ട്, CB-NAT, TrueNAT, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. സോ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് പ്രകാരമായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യാം. സോ ഈ ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഏതൊക്കെ തരത്തിൽ ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് ഡൗട്ട് എങ്കിൽ അതിന്റെ ഡ്രഗ്സുകൾ ഞാൻ പറഞ്ഞു തരാം. ഭയങ്കര സിമ്പിൾ ആണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ ചാപ്റ്ററിലെ ഹൈപ്പർ ടെൻഷൻ ആന്റി ഹൈപ്പർ ടെൻസീവിലെ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഡയൂറിറ്റിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈസൈഡ് ഡയൂറിറ്റിക്സ് ആണ്. തൈസൈഡ് ഡയൂറിറ്റിക്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഫസ്റ്റ് തൈസൈഡ് ഡയൂറിറ്റിക്സ് ആണ് ഡോക്ടർക്ക്, കാരണം ഇതൊരു ഫസ്റ്റ് ലൈൻ ഡ്രഗാണ്. കാരണം കണ്ടില്ലേ, ഫസ്റ്റ് ലൈൻ ആന്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗാണ്. 3 ഫസ്റ്റ് ലൈനാണ് ഉള്ളത്. ഒന്ന് തൈസൈഡ് ഡയൂറിറ്റിക്സ്, ഒന്ന് കാൽഷ്യം ചാനൽ ബ്ലോക്കർ, ഒന്ന് ACE ഇൻഹിബിറ്റർ, അല്ലെങ്കിൽ ACE ഇൻഹിബിറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ. അപ്പൊ ഇത് ഒരിക്കലും മറക്കാൻ പാടില്ല, ഫസ്റ്റ് ലൈൻ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തൈസൈഡ് ഡയൂറിറ്റിക്സ്. ഈ തൈസൈഡ് ഡയൂറിറ്റിക്സിന്റെ എക്സാമ്പിള് ഭയങ്കര സിമ്പിളാണ് പഠിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഈ ക്ലാസിഫിക്കേഷൻ കാറ്റഗറി കണ്ടില്ലേ, ഇതിന്റെ പേര് തന്നെ തുടങ്ങുന്ന തൈസൈഡ് ഡയൂറിറ്റിക് എന്നാണ്. അപ്പൊ ഇതിന്റെ നെയിമിന്റെ അവസാനം നിങ്ങൾക്ക് ഓർമ്മ കിട്ടും ആലോചിക്കുന്ന സമയത്ത്, ഹൈഡ്രോക്ലോറോ തൈസൈഡ്. തൈസൈഡ് ഡയൂറിറ്റിക്കിന്റെ ഡ്രഗ് അതിന്റെ എക്സാമ്പിൾ അവസാനിക്കുന്ന തൈസൈഡിൽ നിന്ന്. അപ്പൊ ഹൈഡ്രോക്ലോറോ തൈസൈഡ്. അതേപോലെ തന്നെ ക്ലോർടാലിഡോൺ. ഇത് 2-3 പ്രാവശ്യം പറഞ്ഞു കഴിയുന്ന സമയത്ത് നല്ല ഓർമ്മ കിട്ടും. ഹൈഡ്രോക്ലോറോ തൈസൈഡ്, ക്ലോറോതാലിഡോൺ, ഇൻഡപ്പമൈഡ്. ഓക്കെ, ഹൈഡ്രോക്ലോറോ തൈസൈഡ്. ഈ തൈസൈഡ് ഇവിടെ വരുന്നത്, ഇതൊരു ട്രിക്കാണ്, ഓർമ്മിച്ച് വെക്കണ്ടേ, മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതും കണ്ട തൈസൈഡ് സംതിങ് റിലേറ്റഡ് ഒരു ഫീൽ ചെയ്യുന്നില്ലേ, താലിഡോൺ എന്നെല്ലാം കേൾക്കുന്ന സമയത്ത്, ക്ലോർതാലിഡോൺ എന്ന് കേൾക്കുന്ന സമയത്ത്. ഇനി അടുത്ത ഇൻഡപ്പമൈഡ്. ഓക്കെ, ഇത് 3ആണ് ഈ തൈസൈഡ് ഡയൂറിറ്റിക്സിൽ വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ലൈൻ ഡ്രഗും കൂടിയാണ്. ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഏതൊക്കെയാണ് നേരത്തെ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3. അതൊരിക്കലും മറക്കാൻ പാടില്ല. പിന്നെ ഇത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡയൂറിറ്റിക് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എഫിക്കസി മീഡിയം എഫിക്കസി എന്ന് പറഞ്ഞാൽ ഡയൂറിസിസ് നടക്കുന്നുണ്ട്, എന്നാൽ അത്ര അധികം ഡയൂറിസിസും അല്ല. ഓക്കെ, അപ്പൊ ഒരു നോർമൽ ബ്ലഡ് വോളിയം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബോഡിക്കകത്ത്. ഒരു മീഡിയം ലെവലിൽ മാത്രമേ ഡയൂറിസിസ് നടക്കുന്നുള്ളൂ. പിന്നെ വേറൊരു ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ തൈസൈഡ് ഡയൂറിറ്റിക്സിനെന്ന് വെച്ചാൽ ഇത് അവൈലബിൾ ഇതിന്റെ ഓറൽ ഡ്രഗ് അവൈലബിൾ ആണ്. ഈ 2 കാരണങ്ങൾ കണ്ട, മീഡിയം എഫിക്കസി ആണ്, ഓറലാണ്. പിന്നെ തേർഡ് റീസണും കൂടെ ഉണ്ട്, ഇത് ലോങ് ആക്ടിങ് ആണ്. എപ്പോഴും നമ്മൾ ഇന്നൊരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ഒരു ടാബ്ലറ്റ് കഴിച്ച് അതൊരു രാത്രി അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വരെയെങ്കിലും എഫക്റ്റ് കാണിച്ചാൽ നല്ലതല്ല. മെല്ലെ കുറച്ച് എഫക്റ്റ് കാണിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ എഫക്റ്റ് ലോങ് ആക്ടിങ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കഴിക്കണം, ഉച്ചക്ക് കഴിക്കണം, രാത്രി കഴിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഡ്രഗുകളൊന്നും ഒരിക്കലും ജനറലി ഒരു ഡ്രഗ് ആയിട്ടൊന്നും നോർമൽ ഇതേപോലത്തെ അസുഖങ്ങൾക്കൊന്നും ഡെവലപ്പ് ചെയ്യില്ല, ഓറൽ ഫോർമുലേഷനിൽ ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ ലോങ് ആക്ടിങ് ഡ്രഗുകളാണ് ജനറലി എന്താ പറയാ ഇങ്ങനത്തെ ഡെവലപ്പ് ചെയ്യുന്നത്, ഇങ്ങനത്തെ അസുഖങ്ങൾക്കെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 കാരണം, മീഡിയം എഫിക്കസി, ഓറൽ പ്രിപ്പറേഷൻ അവൈലബിൾ ആണ്, പിന്നെ ഇത് ലോങ് ആക്ടിങ് ആണ്. ഓക്കെ, ഈ ലോങ് ആക്ടിങ് ആയതുകൊണ്ട് ഇത് ടാബ്ലറ്റ് ഫോമിൽ അവൈലബിൾ ആണ് ഓറൽ ഇൻടേക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതിന്റെ മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഹിബിറ്റ് സോഡിയം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടർ ഇൻ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. നമുക്കറിയാം ഇതാണ് എന്താ പറയാ നെഫ്രോൺസില് ഇത് PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്. ഇത് മറ്റേ നമ്മൾ ലൂപ്പ് ഇത് DCT. ഓക്കെ, ഇത് DCT, ഇത് നമ്മുടെ ലൂപ്പ്, ഹെൻലീസ് ലൂപ്പ്. ഓക്കെ, ഈ DCTയിൽ ആക്ട് ചെയ്യുന്നതാണ് എന്ത്, തൈസൈഡ് ഡയൂറിറ്റിക്സ്. ഓക്കെ, തൈസൈഡ് ഡയൂറിറ്റിക്സ് DCTയിൽ ആക്ട് ചെയ്യാം, DCTയിൽ വന്നിട്ട് ആക്റ്റീവ് ആണ്, ഈ DCTയിൽ ആക്റ്റീവ് ആണ്. ഓക്കെ, തൈസൈഡ് ഡയൂറിറ്റിക്സ് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ സോഡിയം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടർ ഉണ്ട്. ഇവിടെ ഒരു കോ ട്രാൻസ്പോർട്ടർ ഉണ്ട്, അതിന്റെ പേരാണ് സോഡിയം ക്ലോറൈഡ്. ഇവിടെ എഴുതിയിട്ടുണ്ട് സോഡിയം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടർ. അത് ആ ഒരു കോ ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്ക്രീഷൻ കൂട്ടുവാണ്, സോഡിയം ക്ലോറൈഡിന്റെ എക്സ്ക്രീഷൻ കൂട്ടും. അപ്പൊ സോഡിയം പോകുന്ന സമയത്ത് വാട്ടറും പോവല്ലോ, അപ്പൊ ബോഡിക്കകത്തുള്ള വാട്ടർ എല്ലാം കുറയുവാണ്, സോഡിയം പോകുന്ന സമയത്ത് വാട്ടറും പോവാണ്. ഓക്കെ,
പക്ഷേങ്കിൽ ഇത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ് തൈസൈഡ് ഡയയൂറിറ്റിക്. പക്ഷേങ്കിൽ എന്താ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ റീനൽ ഫെയിലിയർ. റീനൽ ഫെയിലിയർ ഉള്ള ആൾക്കാരിൽ ഈ ഡ്രഗ് സൂട്ടബിൾ അല്ല. അങ്ങനത്തെ നമ്മൾ വേറെ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് നോക്കേണ്ടി വരും. ഇങ്ങനത്തെ ആൾക്കാരിൽ റീനൽ ഫെയിലിയർ ഉള്ള ആൾക്കാരിൽ ഇത് സൂട്ടബിൾ അല്ല. ബിക്കോസ് ഇത് എന്താ പറയുക, സോഡിയം ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടർ ഇൻഹിബിറ്റ് ചെയ്യുന്ന നെഫ്രോൺസിലാണ്, കിഡ്നിയിലകത്തുള്ളത്. അപ്പൊ കിഡ്നി വർക്കിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ശരിക്കും ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഇതിന് എന്താ പറയുക കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ റീനൽ ഫെയിലിയർ. ഓക്കെ, ഇനി അടുത്തത് ലൂപ്പ് ഡയൂറിറ്റിക്സ്. അടുത്ത ലൂപ്പ് ഡയൂറിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ലൂപ്പ് ഡയൂറിറ്റിക്സിന്റെ മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കണ്ടോ, ഇത് നമ്മുടെ ഹെൻലീസ് ലൂപ്പാണ്. ഇത് ഡിസെൻഡിങ് ലിംബ്, ഇത് അസെൻഡിങ് ലിംബ്. ഈ അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പില്ലേ, ഇവിടുത്തെ സോഡിയം ക്ലോറൈഡ് 2 പൊട്ടാഷ്യം ഇവിടെ ഏതാ, ഇവിടുത്തെ സോഡിയം ക്ലോറൈഡ് സോഡിയം പൊട്ടാഷ്യം 2 ക്ലോറൈഡ്. ഓക്കെ, സോഡിയം പൊട്ടാഷ്യം 2 ക്ലോറൈഡ് ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്. ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യലാണ് ഇവരുടെ പണി. ആരാ? ലൂപ്പ് ഡയൂറിറ്റിക്സ് ചെയ്യുന്നത്. ലൂപ്പ് ഡയൂറിറ്റിക്സ്. ഓക്കെ, തൈസൈഡ് ഡയൂറിറ്റിക്സ് ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബിലുള്ള സോഡിയം ആൻഡ് ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ലൂപ്പ് ഡയൂറിറ്റിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അസെൻഡിങ് ലിംബില്ലേ, അസെൻഡിങ് ലിംബ് മേലോട്ട് കൊള്ള അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിലുള്ള സോഡിയം പൊട്ടാഷ്യം 2 ക്ലോറൈഡ് ട്രാൻസ്പോർട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഡയൂറിറ്റിക് ആക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, ഇനി ലൂപ്പ് ഡയൂറിറ്റിക്സിന്റെ എക്സാമ്പിൾ ആണ് ഫ്യൂറോസമൈഡ്, ബുമെറ്റനൈഡ്, എത്താക്രിനിക് ആസിഡ്. അപ്പൊ ഇതിൽ നമ്മൾ തൈസൈഡിൽ 3 എക്സാമ്പിൾ പഠിച്ചു. ഹൈഡ്രോക്ലോറോ തൈസൈഡ്, ക്ലോർതാലിഡോൺ, ഇൻഡപ്പമൈഡ്. അതേപോലെ തന്നെ ലൂപ്പ് ഡയൂറിറ്റിക്സിന് 3 എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഫ്യൂറോസമൈഡ്, ബുമെറ്റനൈഡ്, എത്താക്രിനിക് ആസിഡ്. ആൻഡ് എത്താക്രിനിക് ആസിഡ്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ പൊട്ടന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും ഇത് നമ്മൾ പറഞ്ഞ ഇതാണ് ഹയസ്റ്റ് എഫിക്കസി ഡയൂറിറ്റിക് എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ഒരു പേഴ്സൺ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് ഡോക്ടറെ അടുത്ത് പോകാന്നായിരിക്കും. ഡോക്ടർ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാൾ ബ്ലഡ് വോളിയം കുറക്കാൻ വേണ്ടിയിട്ട് ഐ വി ആയിട്ട് ഫ്യൂറോസമൈഡ് കൊടുക്കും. ഫ്യൂറോസമൈഡ് കൊടുത്തു കഴിഞ്ഞാല് അയാള് എന്താ പറയാ അക്യൂട്ട് കൺജഷൻ, ഹാർട്ടിലുള്ള ആ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ അത് പേഴ്സൺ സ്റ്റാർട്ട്സ് ടു ഫീൽ ബെറ്റർ. മനസ്സിലായില്ല? അപ്പൊ അത്രക്കും ഇമ്പോർട്ടന്റ് ഡ്രഗ് ആണ് ഫ്യൂറോസമൈഡ്, ബുമെറ്റനൈഡ്, എത്താക്രിനിക് ആസിഡ്. ഇതിൽ തന്നെ ഏറ്റവും പൊട്ടന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫിക്കസി, ഈ ഹൈ എഫിക്കസി തന്നെ ഏറ്റവും എഫിക്കസി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് പൊട്ടൻസിന്റെ ഓർഡർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് MCQ വന്നു കഴിഞ്ഞാല് അതിന്റെ ഓർഡറാണ് ബുമെറ്റനൈഡായി, പിന്നെയാണ് ഫ്യൂറോസമൈഡ് വരുന്നത്. ഏറ്റവും ലാസ്റ്റാണ് എത്താക്രൈനിക് ആസിഡ് വരുന്നത്. ഇത് അത്ര അധികം യൂസേജ് ഒന്നും ചെയ്യാത്ത ഡ്രഗാണ്, അത്ര വലിയ യൂസ് ഒന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട് ഉണ്ട് എത്താക്രൈനിക് ആസിഡിന്. അതെന്ന് വെച്ചാൽ ഓട്ടോടോക്സിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോടോക്സിറ്റി സൈഡ് എഫക്ട്. ഓട്ടോടോക്സിറ്റി എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ചെവിൻ്റെ അകത്തുള്ള ഇന്നർ ഇയർ ഇല്ലേ, നമ്മൾ മിഡിൽ ഇയർ, ഇന്നർ ഇയർ, ഔട്ടർ ഇയർ എന്നെല്ലാം പറയുന്നില്ലേ, ഇയറിന്റെ അനാട്ടമിയിൽ പഠിച്ചിട്ടില്ലേ, അല്ലെ ഇന്നർ ഇയറിൽ ഇത് ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എത്താക്രൈനിക് ആസിഡ്. അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂറോസമൈഡ്, ബുമെറ്റനൈഡ് ആണ് മോസ്റ്റ് പൊട്ടന്റ്. പക്ഷെ ഹോസ്പിറ്റൽസിൽ കൂടുതലും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫ്യൂറോസമൈഡ് ആണ് പ്രാക്ടിക്കൽ കാര്യങ്ങളിൽ. ഇത് ഹൈ എഫിക്കസി ആണ്. ഈ ലൂപ്പ് ഡയൂറിറ്റിക്സ് മെയിൻലി എന്താ പറയാ, ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഡയൂറിറ്റിക് ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച വെരി ഗുഡ് ഡയൂറിറ്റിക് ദാൻ ആന്റി ഹൈപ്പർടെൻസീവ്. അങ്ങനെ വേണം ഇതിന് പറയാറുള്ളത്. ആന്റി ഹൈപ്പർടെൻസീവ്, വെരി ഗുഡ് ഡയൂറിറ്റിക് ദാൻ ആന്റി ഹൈപ്പർടെൻസീവ്. കാരണം ഇത് ഓറൽ പ്രിപ്പറേഷനിൽ ഏറ്റവും നല്ല തൈസൈഡ് ഡയൂറിറ്റിക്സ്. ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്ക് എന്താ പറയാ ഒരു ഡയൂറിറ്റിക്കിൽ മോസ്റ്റ്ലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന മോസ്റ്റ് വൈഡ്ലി എന്ന് എഴുതി, അതുകൊണ്ട് തന്നെയാണ് മോസ്റ്റ് വൈഡ്ലി കൊടുക്കുന്നത് തൈസൈഡ് ഡയൂറിറ്റിക്സ് തന്നെ. ലൂപ്പ് ഡയൂറിറ്റിക്സ് അല്ല കൊടുക്കുന്നത്. ലൂപ്പ് ഡയൂറിറ്റിക്സ് ആ സിവിയർ ഹൈപ്പർ ടെൻഷൻ ആയിട്ട് അല്ലെങ്കിൽ സിവിയർ അക്യൂട്ട് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരുന്ന സമയത്താണ് ലൂപ്പ് ഡയൂറിറ്റിക്സ് കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് കണ്ട ഇത് തൈസൈഡ് ഡയൂറിറ്റിക്സ് റീനൽ ഫെയിലിയർ ഉള്ള ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. ബട്ട് ലൂപ്പ് ഡയൂറിറ്റിക്സ് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു കേസിൽ.
ഒരു കേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഹൈപ്പർടെൻസീവ് എമർജൻസി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ന്യൂ ഗൈഡ് ലൈൻസ് പ്രകാരം ബ്ലഡ് പ്രഷർ മോർ ദാൻ 140/90 ആണ് ഹൈപ്പർ ടെൻഷൻ. പക്ഷെ അതിലും കൂടുന്ന ഒരു അവസ്ഥ, മോർ ദാൻ 180 എത്തുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയായിരുന്നു. എന്താ പറയാ, ബ്ലഡ് പ്രഷർ മോർ ദാൻ 180/110. അപ്പൊ അത്രക്കും സിവിയർ ബ്ലഡ് പ്രഷറിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ആ അവസ്ഥക്കാണ് ഹൈപ്പർടെൻസീവ് ക്രൈസിസ് എന്ന് പറയാറുള്ളത്. അങ്ങനത്തെ അവസ്ഥയിലും പിന്നെ അക്യൂട്ട് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ ആ കൺജഷൻ, ആ ഹൈ ബ്ലഡ് വോളിയം കാരണം ഉണ്ടാകുന്ന ആ ഒരു കൺജഷൻ ഉണ്ടല്ലോ, അപ്പൊ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുറോസമൈഡ് കൊടുക്കും. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലപ്പോൾ MCQവിൽ ഫുറോസമൈഡ് തരും, ഡ്രഗ് തരും. പക്ഷെങ്കിൽ എന്നാലും നിങ്ങളുടെ ആൻസർ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്, ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ചിലപ്പോൾ ഓപ്ഷനിൽ തന്നത് ഓറൽ ഫുറോസമൈഡ് ആയിരിക്കും. കാരണം ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ഒരാൾക്ക് ഒരു ഓറൽ ഡ്രഗ് ഒരിക്കലും കൊടുക്കൂല. അവർക്ക് എപ്പോഴായാലും അവർക്ക് കൊടുക്കുന്ന ഡ്രഗ് IV ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അപ്പോ IV ഫുറോസമൈഡ് ആണെങ്കിൽ മാത്രം ഓപ്ഷനിൽ ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓറൽ ആണെങ്കിൽ ആൻസർ ഈസ് റോങ്, വേറെ ഏതെങ്കിലും ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് തൈസൈഡ് ഡയററ്റിക്സിനെ പറ്റിയിട്ടും ലൂപ്പ് ഡയററ്റിക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അതിന്റെ മെക്കാനിസം എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഇത് മീഡിയം എഫിക്കസി ആണ്, ഇത് വെരി ഹൈ എഫിക്കസി. അതുകൊണ്ടാണ് അക്യൂട്ട് കേസിൽ ക്രൈസിസ് വരുന്ന ഒരു അപകടം വരുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ലൂപ്പ് കൂടുതലും IV ഫോമില്. ഓക്കെ, ഇതാണ് എന്താ പറയാ സൈഡ് എഫക്ട് ഓഫ് ഡയററ്റിക്സ്. ഡയററ്റിക്സിന് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. ആ സൈഡ് എഫക്ട് ഉള്ള ആൾക്കാരിൽ സൈഡ് എഫക്ട് ഉണ്ട്. ആ സൈഡ് എഫക്ട് കാരണം തന്നെ ചില ആൾക്കാരിൽ യൂസ് ചെയ്യാൻ പറ്റൂല, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ഡയററ്റിക്സ്, നേരത്തെ പറഞ്ഞ തൈസൈഡ് ഡയററ്റിക് ആയിക്കോട്ടെ ഈ ലൂപ്പ് ഡയററ്റിക്സ് ആയിക്കോട്ടെ, ഈ രണ്ട് ഡയററ്റിക്സും എന്താ പറയുക ഹൈപ്പോകാലീമിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബോഡിയിൽ. എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞില്ല, സോഡിയമും വാട്ടറിലും കളയുന്നതിന്റെ കൂടെ തന്നെ പൊട്ടാഷ്യത്തിനെയും കളയുന്നുണ്ട്. പൊട്ടാഷ്യത്തിനെ കളഞ്ഞു കഴിഞ്ഞാല് ബോഡിക്കകത്ത് പൊട്ടാഷ്യം ഇല്ലാത്തൊരവസ്ഥ വരും. ബോഡിക്കകത്ത് പൊട്ടാഷ്യം ഇല്ലാത്ത അവസ്ഥക്കാണ് ഹൈപ്പോകലീമിയ എന്ന് പറയാറുള്ളത്. ആ ഹൈപ്പോകലീമിയ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഹൈപ്പോകലീമിയ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തൈസൈഡ് ഡയററ്റിക്സ് അല്ലെങ്കിൽ ലൂപ്പ് ഡയററ്റിക്സിന്റെ കൂടെ തന്നെ ഒരു പൊട്ടാഷ്യം സ്പാരിങ് ഡയററ്റിക് കൊടുക്കും. പൊട്ടാഷ്യം സ്പാരിങ് ഡയററ്റിക് എന്ന് വെച്ചാൽ പൊട്ടാഷ്യത്തിന് മാത്രം എന്താ പറയാ, സോഡിയമും പൊട്ടാഷ്യത്തിനെല്ലാം കളയുന്ന സമയത്ത് ഈ ഡയററ്റിക് നമ്മൾ ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടാഷ്യത്തിന് എക്സ്ക്രീറ്റ് ചെയ്യാൻ വിടില്ല. അപ്പൊ പൊട്ടാഷ്യം ബോഡി തന്നെ ഉണ്ടാവും, ബ്ലഡിൽ പൊട്ടാഷ്യം നോർമലായിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ നോർമൽ പൊട്ടാഷ്യത്തിന്റെ ലെവൽ മെയിൻറ്റെയിൻ ആവും അവിടുന്ന്. ഓക്കെ, അങ്ങനെ ആ പൊട്ടാഷ്യം സ്പാരിങ് ഡയററ്റിക്കിന്റെ എക്സാമ്പിൾ ആണ് സ്പൈറനോലാക്ടോൺ, എപ്ലിറീനോൺ, എമിലോറൈഡ്, ട്രയാംടറിൻ. ഓക്കെ, ഒന്നുകൂടി പറയാം, സ്പൈറനോലാക്ടോൺ, എപ്ലിറിനോൺ, എമിലോറൈഡ്, ട്രയാംടറിൻ. സ്പൈറനോലാക്ടോൺ, എപ്ലിറിനോൺ, എമിലോറൈഡ്, ട്രയാംടറിൻ, ഈ 4 എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഈ 4 എക്സാമ്പിൾ ആണ് പൊട്ടാഷ്യം സ്പാരിങ് ഡയററ്റിക്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുന്നു, എന്നാൽ പിന്നെ ഈ പൊട്ടാഷ്യം സ്പാരിങ് ഡയററ്റിക് തന്നെ കൊടുത്താൽ പോരെന്ന് തോന്നുവാണ്. പക്ഷെ ഇത് ഇൻഡിവിജ്വലി ഇത് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഈസ് എ വീക്ക് ഡയററ്റിക്. ഇതൊരു വീക്ക് ഡയററ്റിക് ആണ്. അതുകൊണ്ട് ഇത് ഓൺലി ഇത് മാത്രം ഇൻടേക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇത് വേറൊരു ഡ്രഗ് തൈസൈഡ് അല്ലെങ്കിൽ ലൂപ്പ് ഡയററ്റിക്കിന് കൂടെ കൊടുക്കുന്നത്. കാരണം തൈസൈഡ് അല്ലെങ്കിൽ ലൂപ്പിന്റെ സൈഡ് എഫക്ട് അറിയാം, ഹൈപ്പോകലീമിയ. ഓക്കെ, അപ്പൊ ഹൈപ്പോകലീമിയ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ തന്നെ തൈസൈഡ് ഡയററ്റിക്കിന്റെ കൂടെ തന്നെ നമ്മൾ ഇത് കൊടുക്കും, പൊട്ടാഷ്യം സ്പാരിങ് ഡയററ്റിക് ആഡ് ചെയ്യും ഇതിന്റെ കൂടെ തന്നെ. അപ്പോൾ ഇത് നമുക്ക് ഇത് പക്ഷെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഇത് എന്താ പറയാ പൊട്ടാഷ്യം സ്പാരിങ് ഡയററ്റിക് ആഡ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ഇതില് ഉള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്പൈറനോലാക്ടോൺ ഇല്ല, ഈ സ്പൈറനോലാക്ടോണിന് ഒരു സ്പെസിഫിക് ADR ഉണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അത് MCQയിലെല്ലാം കൂടുതൽ ചോദിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ സ്പൈറനോലാക്ടോൺ ഒരു ഇമ്പോർട്ടന്റ് ADR ആണ് ഗൈനക്കോമാസ്റ്റിയ. ആണുങ്ങളിൽ ബ്രസ്റ്റിന്റെ എൻലാർജ്മെന്റ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പോൾ ആ അവസ്ഥയാണ് അത് ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ലോങ് ടേം യൂസിൽ ഗൈനക്കോമാസ്റ്റിയ.
ഓക്കെ. പക്ഷേ ഈ ഡ്രഗ് എപ്ലിറിലോണിന് ഇങ്ങനത്തെ ഒരു നോ ഗൈനക്കോമാസ്റ്റിയ. ഓക്കെ, ഇതിന് നോ ഗൈനക്കോമാസ്റ്റിയ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് കുറെ MCQലെല്ലാം കണ്ടിട്ടുള്ളത്, നോർമൽ MCQലെല്ലാം കാണുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. സ്പൈനോലാക്ടോണിന്റെ സൈഡ് എഫക്റ്റ് ഗൈനക്കോമാസ്റ്റിയ. ഓക്കെ. പിന്നെ പൊട്ടാഷ്യം സ്പാരിങ് ഡയറക്റ്റിക് മാത്രമായിട്ട് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല? കാരണം അത് വീക്ക് ഡയറക്റ്റിക് ആണ്. അത് ഇറ്റ്സെൽഫ് അതിന് വലിയൊരു ആക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നത് പൊട്ടാഷ്യത്തിനെ ബോഡിയിൽ നിന്ന് ലോസ് ആവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹലോ എവരിവൺ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി പാർട്ട് 2-ലെ ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് ആണ്. സോ ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദ ക്ലിനിക്കൽ യൂട്ടിലിറ്റി. ദാറ്റ് ഈസ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആൻഡ് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്. ഈ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഹാവിങ് ഹൈ ആന്റി ട്യൂബർക്കുലർ എഫിക്കസി ആസ് വെൽ ആസ് ലോ ടോക്സിസിറ്റി. ഹൈ ആന്റി ട്യൂബർക്കുലർ എഫിക്കസിയും അതുപോലെ തന്നെ ലോ ടോക്സിസിറ്റിയും ഉള്ള ഡ്രഗ്സ് ആണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിന്റെ അണ്ടറിൽ വരുന്നത്. ആൻഡ് ദേ ആർ യൂസ്ഡ് റുട്ടീൻലി. ഫോർ ദി ആന്റി ട്യൂബർക്കുലർ ട്രീറ്റ്മെന്റ്സ്. പക്ഷേ ഇങ്ങനത്തെ ഉള്ള ഡ്രഗ്സിന് റെസിസ്റ്റൻസ് വരുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ലൈൻ ഡ്രഗ്സിന് യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നുകിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിന് റെസിസ്റ്റൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിന് റെസിസ്റ്റൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ഓർ റിസർവ് ഡ്രഗ്സ്. ഈ ഡ്രഗ്സ് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എയ്തർ ലോ ആന്റി ട്യൂബർക്കുലർ എഫിക്കസി ഓർ ഹൈ toxicity അല്ലെങ്കിൽ both. That is, these second line drugs are characterized by either low anti-tubercular efficacy അല്ലെങ്കിൽ low high toxicity or both. These low anti-tubercular efficacy as well as toxicity, and these are used when the first line drugs cannot be used or to supplement them. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന കേസിലോ അല്ലെങ്കിൽ ടു സപ്ലിമെന്റ് ദിസ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. മെയിൻലി യൂസ്ഡ് ടു ട്രീറ്റ് ദ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിന്റെ കേസിലാണ്. സോ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഹൈ ട്യൂബർക്കുലർ എഫിക്കസിയും ലോ ടോക്സിസിറ്റി ആയിരിക്കും. ദേ ആർ യൂസ്ഡ് റൂട്ടീൻലി. അതിൽ വരുന്നതാണ് ഐസോനിയാസിഡ്, റിഫാംബിസിൻ. നമ്മൾ ക്ലാസിഫിക്കേഷൻ കാണിച്ചത് റിഫാംബിസിൻ അങ്ങനെയുള്ള ഡ്രഗ്സ് എല്ലാം ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിൽ വരുന്നതാണ്. സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ ലോ ട്യൂബർക്കുലർ എഫിക്കസിയും ആൻഡ് ഹൈ ടോക്സിസിറ്റി അല്ലെങ്കിൽ ബോത്ത്. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്. And these are used when the first line drugs cannot be used or to supplement the first line drugs. Hi all, welcome to Edus Academy. നമ്മൾ ഇന്ന് ഫാർമക്കോഗ്നസിയിലെ കാർഡിയോടോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കാർഡിയോടോണിക്സ് എന്ന് പറഞ്ഞ ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഹാർട്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു ഡ്രഗിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെ, സോ കാർഡിയോടോണിക്സ് are the drugs which are used to increase the efficiency and improve the contraction of the heart muscle, which leads to improved blood flow to all tissues of the body. അതായത് കാർഡിയോടോണിക്സ് means they are used to increase the efficiency. ഹാർട്ടിന്റെ എഫിഷ്യൻസിനെ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ കാർഡിയോടോണിക്സ് എന്ന് പറയുന്നത്. അതായത് ഹാർട്ടിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് കോൺട്രാക്ട് ചെയ്യുക, ബ്ലഡിനെ പമ്പ് ചെയ്യുക, ത്രൂ ഔട്ട് ദ ബോഡി ബ്ലഡിനെ പമ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതിന്റെ മേജർ ഓർഗൻ, അതിനെ ആക്ട് ചെയ്യുന്ന മേജർ ഓർഗൻ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നു, ഹാർട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ആ ഒരു കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഹാർട്ട് മസിലിന്റെ കോൺട്രാക്ഷനെ ഇംപ്രൂവ് ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് കാർഡിയോടോണിക്സ് എന്ന് പറയുന്നത്. സോ ദിസ് കാർഡിയോടോണിക്സ് ആർ ഓൾസോ നോൺ ആസ് cardiostimulants as well as inotropic drugs. അപ്പോ inotropic in the sense means ഹാർട്ടിന്റെ കോൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്ന, കോൺട്രാക്ഷനെ ചേഞ്ച് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ്, അതിന്റെ ആ ഒരു ഇന്റൻസിറ്റിനെ ചേഞ്ച് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ഇനോട്രോപിക് ഡ്രഗ്സ് എന്ന് പറയാം. അതിൽ പോസിറ്റീവ് ഇനോട്രോപിക് ഡ്രഗ്സ് ഉണ്ട്, നെഗറ്റീവ് ഇനോട്രോപിക് ഡ്രഗ്സ് ഉണ്ട്. നമ്മൾ ഫാർമക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഇനോട്രോപിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ദേ ആർ യൂസ്ഡ് ടു ഇൻക്രീസ് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ദ ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ. ആ ഒരു ഹാർട്ടിന്റെ ആ ഒരു ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷനെ സ്ട്രെങ്തൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് പോസിറ്റീവ് ഇനോട്രോപിക് ഡ്രഗ്സ്. നെഗറ്റീവ് ഇനോട്രോപിക് ഡ്രഗ്സ് പറഞ്ഞാൽ കുറച്ചും കൂടി ഇത് വീക്കൻ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ഇന്റൻസിറ്റി. സോ ഹിയർ ദിസ് കാർഡിയോടോണിക്സ് ആർ ദ ഡ്രഗ്സ്
which are used to increase or improve the force of contraction. അപ്പൊ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ they are also known as cardiostimulants or inotropic drugs. They increase the contractility of the cardiac muscle without increase in the myocardial oxygen demand. ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂസ് ഫാർമസി അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 കേരള PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്കറിയാം, നോർമൽ തിയറി മാത്രം പഠിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു PSC എക്സാമിനെ അപ്രോച്ച് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു റാങ്കിലേക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ മാക്സിമം MCQs തന്നെ നമ്മൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. കാരണം ചോദ്യം ചോദിക്കുന്ന ആള് ആ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതിലെ ഓരോ ഓപ്ഷൻസിനെ എങ്ങനെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്താലേ നമുക്ക് അതിൽ കറക്റ്റ് ആൻസർ കണ്ടെത്താൻ പറ്റൂ എന്നൊക്കെ നമ്മൾ പഠിക്കണം. അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുമ്പോൾ ഉള്ള ഒരു ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റഡ് ആയിട്ട് ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ 2022 ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഏരിയ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ കൂടുതൽ ചിലപ്പോൾ ഫാർമക്കോളജി എന്നായിരിക്കാം, അല്ലെങ്കിൽ സ്യൂട്ടിക്സ് ആകാം. അപ്പൊ സ്യൂട്ടിക്സും ഫാർമക്കോളജിയാണ് ഇമ്പോർട്ടന്റ് സബ്ജക്ട്സ് എന്ന് പറയുമെങ്കിലും ഇതിൽ സ്യൂട്ടിക്സിലും ഫാർമക്കോളജിയിലും ഏത് ഏരിയ ആണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന അറിയണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തേ പറ്റും. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കുക, അതിന്റെ ആൻസർ പഠിക്കുക എന്ന് മാത്രമല്ല, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാം. മേ ബി ലക്കിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. പക്ഷെ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പഠിക്കുക, അതിന്റെ ആൻസർ പഠിക്കുക, യൂഷ്വലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അതിലുള്ള റിമൈനിങ് 3 ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതെന്താണെന്ന് പഠിക്കുക. അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ഉത്തരം എങ്ങനെ ചോദ്യമായിട്ട് വന്നാൽ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് ആ ഓപ്ഷൻസ് പഠിച്ചാലേ മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ 4 ഓപ്ഷൻ പഠിക്കുമ്പോൾ ഈ 100 ക്വസ്റ്റ്യനിൽ നമ്മൾ 400 ഓപ്ഷൻസ് പഠിക്കും. അപ്പൊ 400 ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സംഭവം നമുക്ക് പഠിക്കാനുള്ള സിലബസിന്റെ ഒരു 90% എങ്കിലും അവിടെ കവർ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ, ആൻസർ ആൻഡ് റിമൈനിങ് 3 ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, 2022 കേരള PSC ചോദിച്ച ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: sealed ampules containing a thermostable drug solutions are commonly sterilized by. അതായത് സീൽഡ് ആംബ്യൂൾസ് ആണ്, ആംബ്യൂൾസിനകത്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രഗ്സ് ആണ്, വിച്ച് ഹാവിംഗ് എ തെർമോസ്റ്റേബിൾ ഡ്രഗ്. അപ്പൊ തെർമോസ്റ്റേബിൾ മീൻസ് എന്താണ്? നമ്മുടെ ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന, അല്ല അപ്പൊ ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് സ്റ്റെറിലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഹീറ്റിംഗ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതില് ഹോട്ട് എയർ ഓവൻ ഉണ്ട്, ഓട്ടോക്ലേവ് ഉണ്ട്, മൈക്രോവേവ് ഓവൻ ഉണ്ട്, ആൻഡ് UV ചേമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ തെർമോസ്റ്റേബിൾ ഡ്രഗ്. ഇപ്പൊ ടെമ്പറേച്ചർ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. സ്റ്റെറിലൈസേഷൻ മെത്തേഡ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതാണ്? ടെമ്പറേച്ചർ മെത്തേഡ് തന്നെയാണ്. അത് യൂസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ള മെത്തേഡ്സ് നോക്കുക. അപ്പൊ UV ചേമ്പർ ഇവിടെ വരുമോ? ഇല്ല, UV ചേമ്പർ അവിടെ യൂസ് ചെയ്യേണ്ടി വരില്ല. നെക്സ്റ്റ് മൈക്രോവേവ് ഓവൻ, റേഡിയേഷൻ ആണ് അവിടെ, അതും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഹോട്ട് എയർ ഓവൻ ഉണ്ട്, ഓട്ടോക്ലേവ് ഉണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഏതാണ്? ആൻസർ ഏതാണ്? യെസ്, ദ കറക്റ്റ് ആൻസർ ഈസ് ഓട്ടോക്ലേവ്. അപ്പൊ ഓട്ടോക്ലേവ് ആണ് ഇവിടെ എന്താ? സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഓഫ് തെർമോസ്റ്റേബിൾ ഡ്രഗ്സിന്റെ സ്റ്റെറിലൈസേഷൻ മെത്തേഡിന് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഏതാണ്? ഓട്ടോക്ലേവ് ആണ്. ഇനി നമുക്ക് ആ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഹോട്ട് എയർ ഓവൻ, ദിസ് ഈസ് ദ മെത്തേഡ് ഇൻവോൾവ് സ്റ്റെറിലൈസേഷൻ ത്രൂ ഡ്രൈ ഹീറ്റ്. അപ്പോ ഹീറ്റിംഗ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ്സുകളാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന്. അപ്പൊ അതിനകത്ത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണത് ഹോട്ട് എയർ ഓവൻ എന്ന് പറയാം. നമ്മൾ സ്യൂട്ടിക്സിലെ ഡ്രഗ്സ് ഒക്കെ ഗ്രാനുവൽസ് ഒക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ എല്ലാവർക്കും അറിയാമല്ലോ. Ampules are exposed to high temperature in hot air oven, typically around 160 to 180 degrees Celsius. The heat acts to kill microorganism and achieve sterilization. ഇപ്പൊ നമുക്കറിയാം തെർമോസ്റ്റേബിൾ ഡ്രഗിന് നമുക്ക് ഹീറ്റിംഗ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്ന, ഹോട്ട് എയർ ഓവനും യൂസ് ചെയ്ത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ദാറ്റ് ഇസ് ഹീറ്റിംഗ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഏതാണ്? ഓട്ടോക്ലേവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ ബി വന്നത്, ഓട്ടോക്ലേവ്.
Then, autoclaving is the common method using steam and high pressure. നമ്മുടെ പ്രഷർ കുക്കറിന്റെ ഒക്കെ മെത്തേഡ് ആണ്, ഒരു മെക്കാനിസം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റീമും ഹൈ പ്രഷറും യൂസ് ചെയ്തുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് എന്ത് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. The high temperature and pressure effectively sterilize the content of the ampules. ആംപ്യൂൾസിനകത്തുള്ള കണ്ടന്റിനെ ഹൈ ടെമ്പറേച്ചറും പ്രഷറും യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എഫക്റ്റീവ്ലി സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. It is widely used in laboratories and healthcare settings. Healthcare settingsലും laboratories-ലും widely യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്ത് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ യൂഷ്വലി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്ലാസ് വെയർസ്, നീഡിൽസ് അങ്ങനെ പോലെയുള്ള എന്താണ് എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനാണ് നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വൈഡ്ലി അല്ലെങ്കിൽ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് മോയിസ്റ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. നമുക്കറിയാം സ്റ്റീമിന് പെനട്രേഷൻ പവർ കൂടുതലാണെന്നും എന്താണ് ഹീറ്റിംഗ് ഇൻഡെക്സ് കൂടുതലാണെന്നും അതുകൊണ്ട് സ്റ്റെറിലൈസേഷൻ എഫിക്കസി കൂടുതലാണെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Then, microwave oven. Microwave ovens are generally not used for sterilizing ampules containing drug. While microwaves kill some microorganisms, they may not provide the consistent and throughout sterilization required for the pharmaceutical products. അപ്പോൾ ആംപ്യൂൾസിനകത്തൊക്കെയുള്ള ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം IV അല്ലെങ്കിൽ IM അല്ലെങ്കിൽ എന്താണ് ഇൻട്രോവീനസ് അല്ലെങ്കിൽ പാരന്റൽ റൂട്ടിൽ യൂസ് ചെയ്യേണ്ട ഡ്രഗ്സ് ആണ് നമ്മൾ ആംപ്യൂൾസിൽ ഫിൽ ചെയ്യുക. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് സ്റ്റെറിലൈസേഷൻ നടക്കണം. അപ്പൊ മൈക്രോവേവ് ഓവന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ത്രൂ ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ് നമുക്ക് അതിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത്. ഓക്കെ, then UV chambers are used ultraviolet light for sterilization, while UV light can be effective for surface and air, not penetrate into contents of sealed ampules, making less suitable for sterilizing thermostable drug solution inside the ampules. അപ്പൊ നമുക്കറിയാം UV ലൈറ്റ് സ്റ്റെറിലൈസേഷൻ ഒക്കെ നമ്മൾ എന്താ ലബോറട്ടറീസിന്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെറിലൈസേഷൻ റൂമിന്റെ ഒക്കെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് UV ചേമ്പർ എന്നൊക്കെ പറയും. അപ്പൊ UV ലൈറ്റ് ഒക്കെ കാണുമല്ലോ, നമ്മുടെ അസെപ്റ്റിക് ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ മീഡിയാസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള റൂമിന്റെ ഒക്കെ സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് UV എന്ന് പറയുന്നത്. UV ലൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആംപ്യൂൾസിനകത്തൊന്നും പെനട്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ല. ജസ്റ്റ് സർഫസുകൾ റൂമുകളൊക്കെ സ്റ്റെറിലൈസേഷൻ ആണ് നമ്മൾ UV ലൈറ്റ് യൂസ് ചെയ്യുക. സോ UV ലൈറ്റ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിലെ കറക്റ്റ് ആൻസർ എന്താണ്, ഓട്ടോക്ലേവ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂസ് ഫാർമ അക്കാഡമി. ഫാർമക്കോളജിയിലെ മയസ്തീനിയ ഗ്രേവിസ് ആണ് ഇന്ന് നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മയസ്തീനിയ ഗ്രേവിസിനെ പറ്റി നമ്മൾ ഒരുപാട് ഇടങ്ങളിൽ പഠിക്കുന്നതാണ്. ലൈക്ക് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണല്ലേ, അതായത് കോളനർജിക് സിസ്റ്റം പഠിച്ചപ്പോൾ അതിനകത്ത് ഫൈസോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ ഒക്കെ പഠിച്ചപ്പോൾ ഹൈഡ്രോഫോണിയ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നു ചിലത് മയസ്തീനിയ ഗ്രേവിസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ചിലത് അതിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെ അതിന്റെ ഡിറ്റക്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഡയഗ്നോസിസ് ടെസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞതായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് മയസ്തീനിയ ഗ്രേവിസ്? നമ്മുടെ PSCയുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് മയസ്തീനിയ ഗ്രേവിസ് എന്നുള്ളത്. സോ അതിനെപ്പറ്റി നമുക്ക് ബ്രീഫ് ആയിട്ടൊന്ന് പഠിക്കാവുന്നതാണ്. സോ വാട്ട് ഈസ് മയസ്തീനിയ ഗ്രേവിസ്? നമുക്ക് അറിയാവുന്ന തന്നെയാണ്, മയസ്തീനിയ ഗ്രേവിസ് ഇസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഇറ്റ് ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ affecting about 1 in 10,000 population due to the development of antibodies directed to the nicotinic receptors at the muscle end plate. Okay, അതായത് മയസ്തീനിയ ഗ്രേവിസ് ഇസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. സോ വാട്ട് യു മീൻ ബൈ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയാ എന്താ? ഓട്ടോ ഇമ്മ്യൂൺ, ഇമ്മ്യൂണിറ്റി സ്വയം എന്ന നമുക്ക് ആ വേർഡ് നിന്ന് മനസ്സിലായത് അല്ലെ. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം സെൽഫ് അറ്റാക്ക് ചെയ്യുന്നു, നമ്മുടെ സെൽസിനെ തന്നെ പുറത്തുള്ള ആരോ ആണെന്ന് കരുതിയിട്ട് അറ്റാക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്ന കണ്ടീഷൻ, അതിനെയാണ് മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറയാം. അപ്പൊ എന്താ പറഞ്ഞത്? ഇറ്റ് ഇസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അതായത് ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം, മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുമ്പോൾ മസിലിനെ അഫക്ട് ചെയ്യുന്നതാണ്. സോ മസിൽ സെൽസിനെ, റിസപ്റ്റേഴ്സിനെ, നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ ഏതോ ഒരു ഫോറിൻ ബോഡി ആണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ കില്ല് ചെയ്യുന്ന കണ്ടീഷൻ, അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മുടെ മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറയാം. ഓക്കെ, സോ മനസ്സിലായല്ലോ എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ബോഡിയുടെ സെൽസിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു, ഒരു ആക്സിഡന്റലി അറ്റാക്ക് ചെയ്യുന്നു. സോ ഇറ്റ് ഇസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആൻഡ് ഇറ്റ് വിൽ അഫക്ട് ഇൻ 1 in 10,000 population. 10,000 ആൾക്കാർ എടുക്കുമ്പോൾ അതിൽ ഒരാൾക്കായിരിക്കും വരുന്നത് ഡ്യൂ ടു ദ ഡെവലപ്മെന്റ്
ഓഫ് ആന്റിബോഡീസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ നിക്കോട്ടിനിക് റിസപ്റ്റർ. നമ്മൾ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് പഠിച്ചിട്ടുള്ളതാണ്. NN ആൻഡ് NM റിസപ്റ്റേഴ്സ് അല്ലെ. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. NN റിസപ്റ്റേഴ്സ് ഉണ്ട്, NM റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ പെർട്ടിക്കുലർലി NM റിസപ്റ്റർ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ കാണുന്ന നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ എഗൻസ്റ്റ് ആയിട്ട് ബോഡി എന്ത് ചെയ്യുന്നു? ആന്റിബോഡീസിനെ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത്. ആൻഡ് they will produce antibodies towards the NR, അതായത് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് അറ്റ് ദ മസിൽ എൻഡ് പ്ലേറ്റ്. അപ്പൊ അന്നേരം എന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് ഫ്രീ NM cholinereceptors to 1/3 of normal or less and structural damage to the neuromuscular junction. അതായത് ന്യൂറോമസ്കുലാർ ജംഗ്ഷനിലാണ് നമ്മുടെ NM റിസപ്റ്റേഴ്സ് ഉള്ളത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന തന്നെയാണ് അല്ലെ. സോ NM റിസപ്റ്റേഴ്സിനെ ഇവർ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. NM റിസപ്റ്റേഴ്സിലുള്ള NM റിസപ്റ്റേഴ്സിനെ അഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് NM റിസപ്റ്റേഴ്സിനെ അങ്ങ് നശിപ്പിച്ച് കളയുന്നു. സോ ന്യൂറോമസ്കുലാർ ജംഗ്ഷനിൽ സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാവും. ന്യൂറോമസ്കുലാർ ജംഗ്ഷനിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻ നടക്കുന്നില്ല. മസിൽ കോൺട്രാക്ഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ അവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. സോ മൈസ്തീനിയ ഗ്രേവിസ് വരുമ്പോൾ എന്തായിരിക്കും മെയിൻ ആയിട്ടുള്ള സിംറ്റം? മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നില്ല, മസിൽ വീക്കൻ ചെയ്യുന്നു, പാരലൈസ്ഡ് ആവുന്ന കണ്ടീഷനാണ് വരുന്നത്. ഇപ്പൊ ഒരുപാട് ഫിലിം സ്റ്റാർസിനൊക്കെ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, കണ്ണൊക്കെ ഇങ്ങനെ തുറക്കാൻ പറ്റാത്ത കണ്ടീഷൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ കണ്ണ് ഓപ്പൺ ചെയ്യാനും തുറക്കാനും പറ്റാത്ത കണ്ടീഷൻ, ആൻഡ് നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ താന്നു പോകുന്ന ഒരു കണ്ടീഷൻ അല്ലേ. അതന്നെയാണ് മൈസ്തീനിയ ഗ്രേവിസ് എന്ന് പറയാം. ദിസ് റിസൾട്ട് ഇൻ weakness and easy fatigability on repeated activity with recovery after rest. ഓക്കെ, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മസിൽ മൂവ്മെന്റ്സ്, മസ്കുലർ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോഴേക്കും മസിൽ വീക്ക്നെസ് പെട്ടെന്ന് തന്നെ ഫറ്റീഗ് ആവാതെ പോകുന്നു, മസിൽ തളർന്നു പോകുന്ന കണ്ടീഷൻ വിത്ത് റിക്കവറി ആഫ്റ്റർ റെസ്റ്റ്. കുറച്ചു നേരം കഴിയുമ്പോൾ അത് റിവേർട്ട് ചെയ്ത് വരും, ബട്ട് ഇത് വീണ്ടും പെർസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അല്ലെ. ബോഡി തന്നെ റിസപ്റ്റേഴ്സിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് റിസപ്റ്റേഴ്സിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ്ലി വുമൺ ആണ് എഫക്ട് ചെയ്യുന്നത്. ആൾക്കാർക്കും മെൻ വരാറുണ്ട്, ബട്ട് മോസ്റ്റ്ലി വുമൺ ആണ് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നോക്കിയേ, നോർമൽ ആയിട്ടുള്ള ഒരു ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ, നമ്മുടെ ന്യൂറോണൽ എൻഡ് പ്ലേറ്റ് ഉണ്ട്. ദിസ് ഇസ് നമ്മുടെ മസിലാണ്, മസിലാറുണ്ട്. ദിസ് ഇസ് നമ്മുടെ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ നോർമൽ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഒരുപാട് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. ബട്ട് മയസ്തീനിയ ഗ്രേവിസ് ഉള്ള ഒരു പേഷ്യന്റ്, ഇപ്പൊ ഇത് നമ്മുടെ പേഷ്യന്റ് ആണ്. മയസ്തീനിയ ഗ്രേവിസ് ഉള്ള പേഷ്യന്റില് എന്ത് ചെയ്യുന്നു? ഓക്കെ, നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിന്റെ NM റിസപ്റ്റേഴ്സിന്റെ കൗണ്ട്, എണ്ണം വളരെയധികം കുറയുന്നു. നമ്മൾ പറഞ്ഞു 1/3 ഓഫ് നോർമൽ ഓർ ലെസ് എന്നാ പറയുന്നത്. അതായത് 30 ഉണ്ടായിരുന്നിടത്ത് 10 ഉണ്ടാവുള്ളൂ, അത്രത്തോളം കുറവ് വരും. സോ മസിൽ കോൺട്രാക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? നമുക്ക് മസിൽ കോൺട്രാക്ട് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴേക്കും നമ്മുടെ അസറ്റൈൽ കോളിൻ ACH റിലീസ് ചെയ്യുന്നു, അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യുന്നു. അസറ്റൈൽ കോളിൻ പോയി നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ടാണ് മസിൽ കോൺട്രാക്ഷൻ തരുന്നത്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് അല്ലെ, കോളർജിക് സിസ്റ്റം പഠിക്കുന്നതാണ്. പക്ഷെ അസറ്റൈൽ കോളിൻ വന്ന് ബൈൻഡ് ചെയ്യേണ്ട റിസപ്റ്റേഴ്സിന്റെ എണ്ണം കുറയും. ഉള്ള റിസപ്റ്റേഴ്സിന് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആന്റിബോഡി വന്നിട്ട് അതിനെ കില്ല് ചെയ്ത് കളയുന്നു. ആ ഒരു കണ്ടപ്പോ മസിൽ കോൺട്രാക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല, മസിൽ പെട്ടെന്ന് തളർന്നു പോകും. കാരണം റിസപ്റ്റേഴ്സിന്റെ എണ്ണം കുറവാണ് അല്ലെ. കോൺട്രാക്ട് ചെയ്യിക്കണമെങ്കിൽ റിസപ്റ്റേഴ്സ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. റിസപ്റ്റേഴ്സിന്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഫറ്റീഗബിലിറ്റി സംഭവിക്കും, ഈസി ആയിട്ട് മസിൽ വീക്കൻഡ് ആവുന്നു. ആ കണ്ടീഷനെയാണ് മൈസ്തീനിയ ഗ്രേവിസ് എന്ന് പറയാം. അപ്പൊ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലെ. സോ ഇറ്റ് ഇസ് an autoimmune disorder affecting 1 in 10,000 population due to the development of antibodies directed to the NM receptor, അതായത് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ഓഫ് സബ് ടൈപ്പ് NM on the neuromuscular junction, മസിൽ പെട്ടെന്ന് വീക്കൻ ചെയ്ത് പോകുന്നു. Then what are the symptoms of myasthenia gravis? ഓക്കെ, ബിഫോർ ദാറ്റ് നോക്കി നമ്മുടെ ആ ഒരു കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ ആണ് ഈ ഒരു റെഡ് കളർ സ്പെറിക്കൽ ഷേപ്പിൽ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ അസറ്റൈൽ കോളിൻ ആണ് കേട്ടോ. അസറ്റൈൽ കോളിൻ ആണല്ലോ മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാക്കുന്നത്. സോ അസറ്റൈൽ കോളിൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പർപ്പിൾ കളറിലുള്ളതാണ് നമ്മുടെ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ്, NM റിസപ്റ്റേഴ്സ്. ഈ ഒരു റിസപ്റ്റേഴ്സ് കണ്ടോ, ഗ്രീൻ കളറിലുള്ളത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? ലൈക് ദീസ് ആർ ദി ആന്റിബോഡീസ്. ആ ഒരു വൈ ഷേപ്പിൽ കാണുന്നതാണ് നമ്മുടെ ആന്റിബോഡീസ്. അപ്പൊ റിസപ്റ്റേഴ്സ് എല്ലാം ബ്ലോക്ക്ഡ് ആണ്. അപ്പൊ ബാക്കിയുള്ള റിസപ്റ്റേഴ്സിന്റെ കൗണ്ട് വളരെ കുറവാണ്, കണ്ടില്ലേ?
3 ഉള്ളൂ, ബാക്കിയുള്ളത് ബ്ലോക്ക്ഡ് ആണ്. അന്നേരം അസറ്റൈൽ കോളിൻ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് വരും. അതിനെയാണ് നമ്മൾ അസറ്റൈൽ കോളിൻ വന്ന് ബൈൻഡ് ചെയ്യില്ല, മസിൽ കോൺട്രാക്ഷൻ നടക്കത്തില്ല, സോ മസിൽ പെട്ടെന്ന് വീക്കൺ ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മുടെ മൈസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ സിംറ്റംസ്? വീക്ക്നെസ്, ഫറ്റീഗ്ഫുൾനെസ്, എസ്പെഷ്യലി ഐലിഡ്, എക്സ്റ്റേണൽ ഒക്യുലാർ, ഫേഷ്യൽ, ഫാരിഞ്ചിയൽ മസിൽസ് ആർ ജനറലി ഇൻവോൾവ് ഫസ്റ്റ്. ആദ്യം നമ്മുടെ ഫേസിലുള്ള മസിൽസ് ആയിരിക്കും അഫക്ട് ചെയ്യുന്നത്. ഐലിഡ്, എക്സ്റ്റേണൽ ഒക്യുലാർ മസിൽസ്, ഫേഷ്യൽ, ഫാരിഞ്ചിയൽ മസിൽസ് ഒക്കെയാണ് അഫക്ട് ചെയ്യുന്നത്. ഗ്രാജുവലി നമ്മുടെ ലിംബ്, കൈകാലുകളും റെസ്പിറേറ്ററി മസിൽസും ഒക്കെ അഫക്റ്റഡ് ആവുന്നു. ഇറ്റ് മേ കോസ് ഡബിൾ വിഷൻ. അപ്പോൾ ഐലിഡിനൊക്കെ എഫക്ട് ചെയ്യുവാണ് അല്ലെ, ഡബിൾ വിഷൻ, ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്, ട്രബിൾ ഇൻ ടോക്കിംഗ് ആൻഡ് വാക്കിംഗ്, നടക്കാനും സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരുന്ന കണ്ടീഷനിലേക്ക് പോകും. അഫക്റ്റഡ് മേ ഹാവ് ലാർജ് തൈമസ് ഓർ ഡെവലപ്പ് ടൈമോമ കണ്ടീഷൻ. അതൊരു എക്സ്ട്രാ പോയിന്റ് ആണ് കേട്ടോ. ഈ പേഷ്യൻസ് ലൈക്ക് ഈ സിംറ്റംസ് വരുന്ന പേഷ്യൻസിന്, മൈസ്തീനിയ ഗ്രേവിസ് ഉള്ള പേഷ്യൻസിന് മേ ബി അവർക്ക് തൈമസ് ഗ്ലാൻഡ് ലാർജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തൈമസ് ഗ്ലാൻഡ് ഇൻഫ്ലേംഡ് ആയിട്ട് അല്ലെങ്കിൽ തൈമസ് ഗ്ലാൻഡിന് ക്യാൻസർ വന്നിട്ടുള്ള കണ്ടീഷനിലും മൈസ്തീനിയ ഗ്രേവിസിന്റെ സിംറ്റംസ് കാണിക്കും. കാരണം എന്താ, തൈമസ് ഗ്ലാൻഡ് ആണ് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ തൈമസ് ഗ്ലാൻഡ് ആണ് ഇമ്മ്യൂണിറ്റി മാനേജ് ചെയ്യുന്നത് അവരാണ്. അപ്പൊ അവര് തന്നെ തൈമസ് ഗ്ലാൻഡ് തന്നെ ഈ ഒരു ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്ത് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. സോ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തൈമസ് ഗ്ലാൻഡ്, തൈമോമ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സിംറ്റംസ് നോക്കി ഇനി ഒരു പിക്ചർ നോക്കി നമുക്കവിടെ കാണാവുന്നതാണ് ഡ്രൂപ്പിംഗ് ഐലിഡ് ആണ്. ഐലിഡ് ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ അല്ലെ. ആൻഡ് ഫേസ് നോക്കി, ഫേഷ്യൽ മസിൽസിനും ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റില്ല എന്ന് പറയും, കേട്ടിട്ടില്ല. സോ എന്തൊക്കെയായിരുന്നു സിംറ്റംസ്? വീക്ക്നെസ്, ഫറ്റീഗ്ഫുൾനെസ്, ഐലിഡ്, എക്സ്റ്റേണൽ ഒക്യുലാർ, ഫേഷ്യൽ, ഫാരിഞ്ചിയൽ മസിൽസ് എഫക്റ്റഡ് ആവുന്നു. ഗ്രാജുവലി ലിംബ്, നമ്മുടെ കൈകാലുകളും റെസ്പിറേറ്ററി മസിൽസും എഫക്റ്റഡ് ആവും. റെസ്പിറേറ്ററി മസിൽസ് എഫക്റ്റഡ് ആവുമ്പോൾ എന്താ, റെസ്പിറേഷൻ, അതായത് റെസ്പിറേറ്ററി മസിൽസ് വെച്ചിട്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് അല്ലെ. ബ്രീത്ത് ചെയ്യണമെങ്കിൽ ഈ മസിൽസ് കോൺട്രാക്ട് ചെയ്യണം. അപ്പൊ ആ മസിൽസ് പാരലൈസ്ഡ് ആണെങ്കിൽ ബ്രീത്തിങ് നടക്കത്തില്ല, ശ്വാസം മുട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ആണ്. ആൻഡ് ഇറ്റ് മേ കോസസ് ഡബിൾ വിഷൻ, ഡ്രോപ്പിംഗ് ഓഫ് ഐലിഡ്, ട്രബിൾ ഇൻ ടോക്കിംഗ്, വാക്കിംഗ് ഒക്കെ സംഭവിക്കാം. ആൻഡ് അഫക്റ്റഡ് പേഷ്യൻസിൽ തൈമോമ കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ സിംറ്റംസ് ഓഫ് മൈസ്തീനിയ ഗ്രേവിസ്. ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂസ് ഫാർമസി അക്കാദമി. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ക്ലിനിക്കൽ ഫാർമസിയിലെ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പൊ അതിൽ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടോപ്പിക്കാണിത്. ബയോ അവൈലബിലിറ്റി ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയോ അവൈലബിലിറ്റി ആണ്. ഫ്രീക്വന്റ് ആയിട്ട് MCQs അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പം ക്ലിനിക്കൽ ഫാർമസിയിൽ നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് അതൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്ന, നമുക്ക് അറിയാവുന്ന പല പല സബ്ജക്റ്റുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളതായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ വരുന്നത്. ഓവറോൾ ക്ലിനിക്കൽ ഫാർമസിയിൽ പലയിടത്തും നമ്മളിത് കേട്ടിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തൊന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, എപ്പോഴും പറയുന്ന പോലെ തന്നെ MCQs കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് എക്സാമ്പിൾ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമ്പിൾസിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ MCQs വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ള നോളേജ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എക്സാമ്പിൾസ് കുറച്ചും കൂടെ ഫെമിലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് MCQs വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ഏത് ടോപ്പിക് ആണെങ്കിലും തിയറിയെക്കാളും നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടിക്കൽ വൈസ് ആണല്ലോ ചെയ്യേണ്ടത്. നമുക്ക് അവിടെ എക്സാമിന് പോയിരുന്ന് എന്താണ് നമ്മുടെ MCQs അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ എഡ്യൂസ് നമുക്ക് റാങ്ക് ബൂസ്റ്റർ പാക്ക് ഒക്കെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്കോർ നമുക്ക് PSCയിൽ ഉറപ്പാക്കാൻ കഴിയും. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബയോ അവൈലബിലിറ്റി, അപ്പൊ എല്ലാത്തിലും നമ്മൾ തുടക്കം പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? ഡെഫിനിഷൻസിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം എന്താണ്, ഡെഫിനിഷൻസ് സ്റ്റേറ്റ്മെന്റ് വൈസ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ച് ഡെഫിനിഷൻസ്, ഇപ്പൊ ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻസ് ബയോ അവൈലബിലിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. അപ്പൊ ജസ്റ്റ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുക? ബയോ അവൈലബിലിറ്റി. അപ്പൊ ഈ ബയോ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ഡ്രഗ്സുമായിട്ട് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ മോളിക്യൂളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, കോറിലേറ്റ് ചെയ്യാവുന്നതാണ്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലഭ്യമാകുക എന്നാണ് മലയാള അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ അവൈലബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഡ്രഗ് എന്തിനാണ് അവൈലബിൾ ആവേണ്ടത്? നമ്മുടെ ഫാർമക്കോളജിക്കൽ എഫക്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻസിലാണ് എന്ത് അവൈലബിൾ ആവേണ്ടത്. അപ്പൊ ഒരു ബയോളജിക്കൽ മോളിക്യൂൾ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ഫ്ലൂയിഡിൽ എത്രത്തോളം അവൈലബിൾ ആകുന്നു എന്നാണ് എന്ത് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നത്. അപ്പൊ ബയോ അവൈലബിലിറ്റിയിൽ നമുക്ക് എന്താണ് ആവശ്യം? ആ ബയോ അവൈലബിൾ ആയിട്ടുള്ള മോളിക്യൂൾ ആണ് എന്ത് റിസപ്റ്റേഴ്സുമായിട്ടൊക്കെ ബൈൻഡ് ചെയ്തിട്ട് നമുക്കൊരു ഫാർമക്കോളജി
ഫിസിയോളജിക്കൽ ആക്ഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡെഫിനിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ, അതായത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു ഡെഫിനിഷനാണ് ആദ്യം നോക്കുന്നത്. ബയോഅവൈലബിലിറ്റി, ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് and the extent to which the drug reaches the systemic circulation in an active form. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആക്റ്റീവ് ഫോം എന്ന് പറയുന്ന ഈ ഒരു ടേമാണ്. കാരണം എന്താണ്? ഡ്രഗ് നമ്മൾ കഴിക്കുന്നത് പല ഫോമിലും നമുക്ക് അവൈലബിൾ ആവും. നമുക്കറിയാം, നമ്മൾ ഡ്രഗിന്റെ ആ ഒരു സ്റ്റെബിലിറ്റിയും സേഫ്റ്റിയും അതുപോലെ നമ്മുടെ പേഷ്യന്റ് കംഫർട്ടബിൾ ഒക്കെ ഉദ്ദേശിച്ച് നമ്മൾ പല ഫോമിലാണ് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലീവോഡോപ്പ് ഒക്കെ എന്താണ്? അതൊരു പ്രോ ഡ്രഗ് ആണ്. അപ്പൊ അത് നമ്മുടെ ബോഡിയിൽ ചെന്നിട്ട് അത് സ്യൂട്ടബിൾ എൻസൈമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ എന്താണ് ഡോപ്പമിൻ ആണ് അവിടെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഡോപ്പമിൻ ആണ് എന്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ആക്റ്റീവ് ഫോം വന്നാൽ മാത്രമേ എന്ത് ചെയ്യൂ, നമ്മുടെ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്ത് നമുക്ക് ഫാർമക്കോളജിക്കൽ എഫക്ട് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡ്രഗ് ആക്റ്റീവ് ഫോമിൽ തന്നെ അവൈലബിൾ ആവണം. അപ്പൊ അല്ലാതെ പ്രോഡ്രഗ് ഫോമിലോ അല്ലെങ്കിൽ മെറ്റബോളൈസ് ചെയ്തിട്ട് ഒരു ഇനാക്റ്റീവ് ഫോമിലോ അല്ലെങ്കിൽ ഇനാക്റ്റീവ് മെറ്റബോളൈറ്റായിട്ടോ ബോഡിയിൽ എത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ മെയിൻ എയിം എന്താണ്? നമുക്കൊരു ഫിസിയോളജിക്കൽ പ്രോപ്പർട്ടീസിന്റെ എന്തെങ്കിലും ഡിഫക്റ്റിലാണല്ലോ നമ്മൾ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സസ് ആയിട്ട് എന്തെങ്കിലും ഒരു ന്യൂട്രിയന്റിന്റെ ആവശ്യമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിയോളജിക്കൽ കറക്ഷന് വേണ്ടിയിട്ടാണ് എന്താണ് നമ്മൾ ഡ്രഗ്സ് കഴിക്കുന്നത്. അപ്പൊ ആ ഡ്രഗിന്റെ എഫക്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡ്രഗിന്റെ ആക്റ്റീവ് ഫോമിൽ തന്നെ അത് എന്ത് ചെയ്യണം? ബയോളജിക്കലി അവൈലബിൾ ആവണം. അപ്പോ ദ റേറ്റ് അറ്റ് വിച്ച് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് അറ്റ് വിച്ച് ദ ഡ്രഗ് റീച്ചസ് ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഇൻ ആൻ ആക്റ്റീവ് ഫോം, അതായത് നമ്മുടെ ബോഡിയുടെ സിസ്റ്റമിക് സർക്കുലേഷൻ ആക്റ്റീവ് ഫോമിൽ എത്രത്തോളം ഡ്രഗ് അല്ലെങ്കിൽ റേറ്റ്, ഏത് റേറ്റിൽ അല്ലെങ്കിൽ എത്രത്തോളം എക്സ്റ്റെൻഡിൽ ഡ്രഗ് അവൈലബിൾ ആകുന്നു എന്നതിന്റെ മെഷർ ആണ് എന്ത് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദ റേറ്റ് അറ്റ് വിച്ച് ദ എക്സ്റ്റെൻഡ് അറ്റ് വിച്ച് ദ ഡ്രഗ് റീച്ചസ് ദ സിസ്റ്റമിക് circulation in an active form is called bioavailability. Okay, നെക്സ്റ്റ് നമ്മുടെ നാഷണൽ ഫോർമുലേറ്ററി ഉണ്ടല്ലോ, നമ്മുടെ നാഷണൽ ഫോർമുലറി 1970 നമ്മുടെ നാഷണൽ ഫോർമുലറി അനുസരിച്ചിട്ടുള്ള ബയോ അവൈലബിലിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദ എക്സ്റ്റെന്റ് ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ടേക്കൺ അപ്പ് ബൈ ദ ബോഡി ഇൻ ആൻ ആക്റ്റീവ് ഫോം, അതായത് എത്രത്തോളം എക്സ്റ്റെന്റിൽ ഒരു ഡ്രഗിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിനെ ബോഡിക്ക് ടേക്കപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട് ആക്റ്റീവ് ഫോമില്, അതാണ് എന്ത് ബയോ അവൈലബിലിറ്റിയെ നാഷണൽ ഫോർമുലറി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ദ എക്സ്റ്റെന്റ് ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ടേക്കഡ് അപ്പ് ബൈ ദ ബോഡി ഇൻ ആൻ ആക്റ്റീവ് ഫോം, അതായത് ഒരു ഡ്രഗിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിന്റെ ആക്റ്റീവ് ഫോമില് ബോഡിക്ക് എത്രത്തോളം എക്സ്റ്റെന്റില് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് എന്ത് ബയോ അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്താ FDA definition അനുസരിച്ച് എന്താണ് ബയോ അവൈലബിലിറ്റി? ദ ഡിഗ്രി ഓഫ് ഡ്രഗ് അബ്സോർപ്ഷൻ ഫ്രം ദ ഡ്രഗ് പ്രോഡക്റ്റ് ഇൻ ടു ദ ബോഡി ടു ദ സൈറ്റ് ഓഫ് ആക്ഷൻ. അതായത് എന്താണ് ദ ഡിഗ്രി ഓഫ് ഡ്രഗ് അബ്സോർപ്ഷൻ, എത്രത്തോളം ഡ്രഗ് എത്രത്തോളം ഡിഗ്രിയിൽ അല്ലെങ്കിൽ എത്രത്തോളം എക്സ്റ്റെന്റിൽ ഡ്രഗ് അബ്സോർപ്ഷൻ ചെയ്യുന്നുണ്ട്, എവിടെ നിന്ന്? ഫ്രം ദ ഡ്രഗ് പ്രോഡക്റ്റ് ടു ദ ബോഡി ടു ദ സൈറ്റ് ഓഫ് ആക്ഷൻ. അതായത് നമ്മളൊരു ടാബ്ലറ്റ് കഴിക്കുന്നു, ആ ടാബ്ലറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോർമുലേഷൻ ആണ്. ആ ഫോർമുലേഷനിൽ നിന്നും എത്രത്തോളം ഡ്രഗ് ആക്റ്റീവ് ഫോമില് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ബോഡിയുടെ സർക്കുലേഷനിലേക്ക് എത്തുന്നു എന്താണ് FDA അനുസരിച്ച് ഡ്രഗിന്റെ ബയോ അവൈലബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദ ഡിഗ്രി ഓഫ് ഡ്രഗ് അബ്സോർപ്ഷൻ ഫ്രം ദ ഡ്രഗ് പ്രോഡക്റ്റ് ഇൻ ടു ദ ബോഡി ഓർ എ സൈറ്റ് ഓഫ് ആക്ഷൻ, നമ്മുടെ ബോഡിക്ക് ഉള്ളിലേക്ക് അല്ലെങ്കിൽ സൈറ്റ് ഓഫ് ആക്ഷനിലേക്ക് ഡ്രഗ് പ്രോഡക്റ്റിൽ നിന്നും എത്രത്തോളം ഡ്രഗ് അബ്സോർബ് ചെയ്യുന്നു എന്നാണ് FDA ഡെഫിനിഷൻ പറയുന്നത്. Then the Committee of Academy of Pharmaceutical Science, the Committee of Academy of Pharmaceutical Science, അതായത് CAPS എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. മേ ബി MCQ ചിലപ്പോൾ ചോദിക്കുക എന്താണ് CAPSന്റെ ഇത് ഫുൾ ഫോം എന്ന്. അപ്പൊ നമ്മൾ പലയിടത്തും ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ഷോർട്ട് ടേമുകൾ തന്നിട്ട് അതിന്റെ എക്സ്പാൻഷൻ എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ ദ കമ്മിറ്റി ഓഫ് അക്കാഡമി ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് അനുസരിച്ച് എന്താണ് ബയോ അവൈലബിലിറ്റിയുടെ ഡെഫിനിഷൻ? ദ മെഷർമെന്റ് ഓഫ് ബോത്ത് ദ റിലേറ്റീവ് എമൗണ്ട് ഓഫ് ഡ്രഗ് റീച്ചിങ് ദ ജനറൽ സർക്കുലേഷൻ and the rate of absorption. അതായത് റിലേറ്റീവ് എമൗണ്ട് ഓഫ് ഡ്രഗ് റീച്ചസ് ദ ജനറൽ സർക്കുലേഷൻ, നമ്മുടെ ജനറലി സർക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്രത്തോളം റിലേറ്റീവ് എമൗണ്ട്, എത്രത്തോളം എമൗണ്ട് ഡ്രഗ് നമ്മുടെ സർക്കുലേഷനിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു എന്നതിന്റെ മെഷർ ആണ് എന്ത് ബയോ അവൈലബിലിറ്റി എങ്ങനെ പറയുന്നത് നമ്മുടെ കമ്മിറ്റി ഓഫ് അക്കാഡമി ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് ഡെഫിനിഷൻസ് മെയിൻ ആയിട്ട് നോക്കി. അതുപോലെ നമ്മുടെ
ജനറൽ ഡെഫിനിഷൻസ് നോക്കി. അപ്പൊ ബയോഅവൈലബിലിറ്റി ഡെഫിനിഷൻ എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് റേറ്റ് ആൻഡ് എക്സ്റ്റെന്റ് ടു വിച്ച് ദ ഡ്രഗ് റീച്ചസ് ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഇൻ ആക്റ്റീവ് ഫോം. സിസ്റ്റമിക് സർക്കുലേഷൻ ആക്റ്റീവ് ഫോം. ഓക്കെ, നാഷണൽ ഫോമുലറി പറയുന്നത് എന്താണ്? ദ എക്സ്റ്റെന്റ് ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ടേക്കൺ അപ്പ് ബൈ ദ ബോഡി ഇൻ ആൻ ആക്റ്റീവ് ഫോം. അതായത് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിനെ ആക്റ്റീവ് ഫോമിൽ ബോഡി എത്രത്തോളം ടേക്കൺ അപ്പ് ചെയ്യുന്നു എന്നാണ് നാഷണൽ ഫോമുലറി പറയുന്നത്. അതുപോലെ FDA എന്ന് പറയുന്നത്, FDA എന്താണ് പറയുന്നത്? ദ ഡിഗ്രി ഓഫ് ഡ്രഗ് അബ്സോർപ്ഷൻ ഫ്രം ദ പ്രോഡക്റ്റ് ടു ദ സൈറ്റ് ഓഫ് ആക്ഷൻ. ആ പ്രോഡക്റ്റിൽ നിന്നും സൈറ്റ് ഓഫ് ആക്ഷനിലേക്ക് എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു എന്നാണ് FDA പറയുന്നത്. ദെൻ ദ കമ്മിറ്റി ഓഫ് അക്കാഡമി ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എന്താണ് പറയുന്നത്? മെഷർമെന്റ് ഓഫ് ബോത്ത് റിലേറ്റീവ് എമൗണ്ട് ഓഫ് ഡ്രഗ് റീച്ചസ് ദ ജനറൽ സർക്കുലേഷൻ ആൻഡ് ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ജനറൽ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എഡീസ് ഫാർമ അക്കാഡമി. ഫാർമക്കോളജിയിലെ ഡ്രഗ്സ് യൂസ്ഡ് ഫോർ ഗ്ലോക്കോമയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് ഒക്കെ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അതിലെ ചില ഡ്രഗ്സ് ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ ഡ്രഗ്സ്? ബിഫോർ ദാറ്റ് എന്താണ് ഗ്ലോക്കോമ, എങ്ങനെയാണ് നമ്മൾ അതിനെ ട്രീറ്റ്മെന്റ് അപ്രോച്ച് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഡിസ്കഷൻ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡീസ് അക്കാഡമി. നമുക്ക് നോക്കിയാലോ ഗ്ലോക്കോമ. വാട്ട് യു മീൻ ബൈ ഗ്ലോക്കോമ? എന്താണ് ഗ്ലോക്കോമ എന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. നമുക്കറിയാം, ബേസിക്കലി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ? ഗ്ലോക്കോമ മീൻസ് നമ്മുടെ കണ്ണിലെ ഇൻട്രാ ഓക്യുലാർ പ്രഷർ, ഇൻട്രാ ഓക്യുലാർ ടെൻഷൻ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് ഗ്ലോക്കോമ എന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇറങ്ങി നമുക്ക് പഠിക്കാം. Like the front part of the eye is filled with a watery fluid called as aqueous humor which nourishes the eye. അതായത് നമ്മുടെ ഐയുടെ അനാട്ടമി നോക്കുവാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് എന്നാലും അറിഞ്ഞിരിക്കാം. നമുക്കറിയാം 2 ചേമ്പേഴ്സ് ഉണ്ട് അല്ലെ ഐക്ക്. ഏതൊക്കെയായിരുന്നു? അക്യൂസ് ചേമ്പറും ഉണ്ട്, വിട്രിയസ് ചേമ്പറും ഉണ്ട്. അപ്പൊ ഈ ഒരു പോർഷൻ നോക്കുമ്പോൾ ലെൻസിന് ബാക്ക് സൈഡിലുള്ള ഈ ഒരു ഏരിയയാണ് നമ്മുടെ വിട്രിയസ് ചേമ്പർ. വിട്രിയസ് ചേമ്പറിൽ വിട്രിയസ് ഫ്ലൂയിഡ് ഫിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്നത് അക്വസ് ചേമ്പറിനെ പറ്റിയാണ്. അക്വസ് ചേമ്പർ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാലോ, ഈ ഒരു പോർഷനാണ് അല്ലെ, ലെൻസിന് ഫ്രണ്ടിലുള്ള പോർഷനിലാണ് നമ്മുടെ അക്വസ് ചേമ്പർ ഉള്ളത്. അക്വസ് ചേമ്പറിൽ അക്വസ് ഫ്ലൂയിഡ് ഫിൽ ചെയ്തേക്കും. അപ്പൊ അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ഐ ഇസ് ഫിൽഡ് വിത്ത് എ വാട്ടറി ഫ്ലൂയിഡ് ആൻഡ് ദാറ്റ് ഫ്ലൂയിഡ് ഇസ് കോൾഡ് ആസ് അക്വസ് ഹ്യൂമർ. ആൻഡ് അക്വസ് ഹ്യൂമറിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ? The aqueous humor will nourishes the eye. ഐക്ക് നറിഷ്മെന്റ് കൊടുക്കുക, അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ aqueous humor വഴിയാണ്. ഓക്കെ, aqueous humor is constantly being produced and then drain out of the eye. അതായത് aqueous humor പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള aqueous humor അതിന് യൂസ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് അത് ഡ്രെയിൻ ഔട്ട് ചെയ്യും അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യും അല്ലെ. നമ്മളിപ്പോ ഒരു ഡ്രഗ് ആയാലും അബ്സോർബ് ചെയ്യും എന്നിട്ട് എക്സ്ക്രീറ്റ് ചെയ്യും. ലൈക്ക് ദാറ്റ് aqueous humor കോൺസ്റ്റന്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ കണ്ണിൽ നിന്നും ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡക്ഷന്റെ എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എമൗണ്ട് ഓഫ് ഡ്രെയിൻ ഔട്ട് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എക്സ്ക്രീഷൻ എപ്പോഴും ഒരു ബാലൻസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിലൊരു ഇംബാലൻസ് വരുവാണ്, ഒന്നെങ്കിൽ അമിതമായിട്ട് നമ്മുടെ കണ്ണിൽ അക്വസ് ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അതിന്റെ എക്സ്ക്രീഷൻ ഡ്രെയിൻ ഔട്ട് കുറയുവാണ്. അന്നേരം എന്താ സംഭവിക്കുക? അക്വസ് ഹ്യൂമറിന്റെ എമൗണ്ട് ബോഡിയിൽ കൂടും, അത് ബോഡിയിലല്ല കണ്ണിൽ കൂടും. അതായത് കണ്ണിൽ അക്വസ് ഹ്യൂമറിന്റെ എമൗണ്ട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ണിനകത്തുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യും, അതായത് ഇൻട്രാ ഓക്യുലാർ ടെൻഷൻ ഇൻക്രീസ് ചെയ്യും. ആ കണ്ടീഷനാണ് ഗ്ലോക്കോമ. മനസ്സിലായല്ലോ അല്ലെ? നോക്കിയേ, aqueous humor is constantly being produced and drained out of the eye. To maintain the pressure inside the eye, the amount produced and drained out, the amount produced and amount drained out must kept in a balance. The amount produced and amount drained out must kept in a balance. Okay, അപ്പൊ അതൊരു മനസ്സിലായല്ലോ. എന്താണ് അക്വസ് ഹ്യൂമർ എന്ന് മനസ്സിലായി. എവിടെയാണ് കാണുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അക്വസ് ഹ്യൂമർ ആണ് നമ്മുടെ കണ്ണിനെ നറിഷ് ചെയ്യുന്നത് അല്ലെ. ദെൻ അക്വസ് ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യും, അതോടൊപ്പം തന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പ്രൊഡക്ഷനും ഡ്രെയിൻ ഔട്ടും എപ്പോഴും ബാലൻസിലായിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. അതർവൈസ് എന്ത് സംഭവിക്കും? ഇൻട്രാ ocular pressure or IOT increases. Okay, അതായത് ഈ ഒരു ബാലൻസ് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കണ്ണിനുള്ളിലെ പ്രഷർ, ഇൻട്രാ ഓക്യുലാർ പ്രഷർ ഓർ ഇൻട്രാ ഓക്യുലാർ ടെൻഷൻ, അതിനാണ് നമ്മൾ IOT കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. IOT ഓർ ഇൻട്രാ ഓക്യുലാർ പ്രഷർ വിൽ ഇൻക്രീസ് ആൻഡ് ദിസ് വിൽ പ്രൊഡ്യൂസസ്. കണ്ണിനുള്ളിലെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയോ? ഒപ്റ്റിക് നെർവ് ഡാമേജ് ഉണ്ടാവും. ഒപ്റ്റിക്
ഒപ്റ്റിക് നെർവ് ഡാമേജ് സംഭവിക്കും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവുമ്പോൾ ഗ്രാജുവലി നമ്മുടെ വിഷൻ ലോസ് ആവും. സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നത്, കണ്ണിനുള്ളില് അക്യൂസ് ചേംബറിൽ ആറുണ്ട്, അക്യൂസ് ഹ്യൂമർ ഉണ്ട്. ഈ അക്യൂസ് ഹ്യൂമർ കോൺസ്റ്റന്റ്ലി പ്രൊഡ്യൂസ് ചെയ്യും, അതോടൊപ്പം തന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പ്രൊഡക്ഷനും ഡ്രെയിൻ ഔട്ടും എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം. ഈ ഒരു ബാലൻസ് തെറ്റുമ്പോൾ, ഇംബാലൻസ് വരുന്ന കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, കണ്ണിനുള്ളിലെ പ്രഷർ, ഇൻട്രാ ഓക്യുലാർ പ്രഷർ ഒരു ഇൻട്രാ ഓക്യുലാർ ടെൻഷൻ ഇൻക്രീസ് ചെയ്യും. ആസ് എ റിസൾട്ട് നമ്മുടെ ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുക. ട്രീറ്റ് ചെയ്യാൻ ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ, നമ്മുടെ ഐ സൈറ്റ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് എന്താണ് ഗ്ലോക്കോമ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അക്യൂസ് ഹ്യൂമർ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അക്യൂസ് ഹ്യൂമർ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, അക്യൂസ് ഹ്യൂമർ is produced by the ciliary body and these fluids are drained out by two outlets. ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, കണ്ണിന്റെ സ്ട്രക്ചർ ആയിട്ടുള്ള സീലിയറി ബോഡിയാണ് നമ്മുടെ അക്യൂസ് ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നത് രണ്ട് ഔട്ട്ലെറ്റ് വഴിയാണ്, ട്രാബിക്കുലാർ മെഷ്വർക്കും യുവിയോ സ്ക്ലീറൽ ഔട്ട്ഫ്ലോ. ഓക്കെ, ഇത് രണ്ടും ഓർത്ത് വെക്കോട്ടെ, നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അനാട്ടമി ഒന്നും ഞാൻ പറയുന്നില്ല, എന്താന്ന് മാത്രം ഓർത്ത് വെക്കുക. നമ്മുടെ അക്യൂസ് ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സീലിയറി ബോഡിയാണ് ആൻഡ് അത് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നത് രണ്ട് പാത്വേസ് വഴിയാണ്. ട്രാബിക്കുലാർ മെഷ്വർക്കും വരുന്നുണ്ട്, യുവിയോ സ്ക്ലീറൽ ഔട്ട്ഫ്ലോയും വരുന്നുണ്ട്. അതിന്റെ പിക്ചേഴ്സ് മുന്നോട്ട് വരുന്ന സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. Then glaucoma, what do you mean by glaucoma? Okay, ട്രാബിക്കുലാർ മെഷ്വർക്ക് ആൻഡ് യുവിയോ സ്ക്ലീറൽ ഔട്ട്ഫ്ലോ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ഗ്ലോക്കോമയിലേക്ക് തന്നെ വീണ്ടും വരാം. ഗ്ലോക്കോമ ഇസ് എ ഡിസീസ്, ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ പ്രോഗ്രസീവ് ഫോം ഓഫ് ഒപ്റ്റിക് നെർവ് ഡാമേജ്. പ്രോഗ്രസീവ് ഫോം ഓഫ് ഒപ്റ്റിക് നെർവ് ഡാമേജ്, അതായത് കണ്ണിനുള്ളിൽ ഒറ്റ തവണ പ്രഷർ കൂടിയെന്ന് വെച്ചിട്ട് ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവുമല്ല സംഭവിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ഒരു നോർമൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് പ്രഷർ ഹൈ ലെവലിൽ നിൽക്കുവാണെങ്കിൽ പ്രോഗ്രസീവ്ലി എന്ത് സംഭവിക്കും, നമ്മുടെ ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവും. ആ ഒരു കണ്ടീഷനെയാണ്, ആ ഗ്രൂപ്പ് ഓഫ് ഡിസീസസിനെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ദിസ് ഇസ് ജനറലി അസോസിയേറ്റഡ് വിത്ത് റേസ്ഡ് ഇൻട്രാ ഓക്യുലാർ ടെൻഷൻ ഓർ IOT. അതായത് നോർമലി 10 to 21 mm of Hg ആണ് നമ്മുടെ ഇൻട്രാ ഓക്യുലാർ ടെൻഷൻ എന്ന് പറയുന്നത്. ഈ 21-നേക്കാളും ഗ്രേറ്റർ ആവുകയാണ്, 21-നേക്കാളും ഗ്രേറ്റർ ആവുകയാണ്. ആ ഒരു കണ്ടീഷനെ നമ്മൾ, അല്ലെങ്കിൽ ഗ്ലോക്കോമയിൽ നമ്മുടെ ഇൻട്രാ ഓക്യുലാർ ടെൻഷൻ എപ്പോഴും ഗ്രേറ്റർ ദാൻ 21 mm of Hg ആയിരിക്കും. ഓക്കെ, so this is generally associated with the raised IOT, but the etiology is unknown and there are many risk factors. Okay, so normally നമ്മുടെ കണ്ണിനുള്ളിലെ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഗ്ലോക്കോമ വരാറുണ്ട്. ആൻഡ് ഒരുപാട് നമുക്ക് അറിയാത്ത അൺനോൺ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, എറ്റിയോളജീസ് ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഓർത്ത് വെക്കാം, കണ്ണിനുള്ളിൽ ഇൻട്രാ ഓക്യുലർ ടെൻഷൻ കൂടുന്നു ആൻഡ് ഒപ്റ്റിക് നെർവ് ഡാമേജ് സംഭവിക്കുന്നു. ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസിനെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. സോ എന്താണ് നമ്മുടെ തെറാപ്യൂട്ടിക് മെഷർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the chief therapeutic measure is to lower the IOT, intraocular tension കുറയ്ക്കുക. എങ്ങനെ നമുക്ക് intraocular tension കുറയ്ക്കാൻ പറ്റും? Either by reducing the secretion of aqueous humor or by promoting its drainage. അപ്പോ അക്യൂസ് ഹ്യൂമറിന്റെ എമൗണ്ട് കൂടുവാണ് അല്ലെ, അപ്പൊ അതിനെ നമുക്ക് കുറയ്ക്കാം. എങ്ങനെ കുറയ്ക്കാം? ഒന്നെങ്കിൽ അതിന്റെ സെക്രീഷൻ കുറയ്ക്കാം, ഏതർ ബൈ റെഡ്യൂസിങ് ദ സെക്രീഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ, അല്ലെങ്കിൽ സെക്രീഷൻ ഓർ അതിന്റെ പ്രൊഡക്ഷൻ എന്ന് നമുക്ക് പറയാം. ഒന്നെങ്കിൽ അക്യൂസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ അക്യൂസ് ഹ്യൂമറിന്റെ ഡ്രെയിനേജ്, അതിന്റെ എക്സ്ക്രീഷൻ നമുക്ക് കൂട്ടാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ എന്താണ് നമുക്ക് മനസ്സിലായി, ഒരു പേഷ്യന്റിന് ഗ്ലോക്കോമയുണ്ട്, അതായത് ആളുടെ IOT ഇൻട്രാ ഓക്യുലർ ടെൻഷൻ കൂടുതലാണ്. കാരണം എന്തുകൊണ്ടാണ്, നമ്മുടെ ഈ ഒരു ബാലൻസ് ഉണ്ടല്ലോ, അക്യൂസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷനും ഡ്രെയിനേജും തമ്മിലുള്ള ബാലൻസ് പോയിരിക്കുകയാണ്, ഇംബാലൻസ് സംഭവിച്ചിരിക്കുകയാണ്. സോ നമുക്ക് ആ ഒരു ബാലൻസ് വീണ്ടെടുക്കണം. അതിന് അക്യൂസ് ഹ്യൂമറിന്റെ വോളിയത്തിൽ നമുക്ക് ഡിഫറൻസ് വരുത്തണം അല്ലെ, വോളിയം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാം, അല്ലെങ്കിൽ അതിന്റെ എക്സ്ക്രീഷൻ കൂട്ടാം, ഡ്രെയിനേജ് കൂട്ടാം. നമ്മൾ ഈ ഗൗട്ടിനെ ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, യൂറിക്കോസ്, യൂറിക് ഏജന്റ്, യൂറിക് ആസിഡ് സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ്, ലൈക്ക് ദാറ്റ്. ഒന്നെങ്കിൽ സിന്തസിസ് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ എക്സ്ക്രീഷൻ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ഒരു എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് തെറാപ്യൂട്ടിക് മെഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയ്തർ ബൈ റെഡ്യൂസിംഗ് ദ സെക്രീഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ ഓർ ബൈ പ്രൊമോട്ടിംഗ് ഇറ്റ്സ് ഡ്രെയിനേജ് ഓർ എക്സ്ക്രീഷൻ.
ക്ലിയർ ആയല്ലോ? സോ ലോവറിംഗ് ഓഫ് IOT റിട്ടാർഡ്സ് പ്രോഗ്രഷൻ ഓഫ് ഒപ്റ്റിക് നെർവ് ഡാമേജ് ഈവൻ ഇൻ നോർമൽ ഓർ ലോ IOT ഗ്ലോക്കോമ. അപ്പൊ നമ്മൾ IOT കുറച്ചു കഴിഞ്ഞാൽ, ഇൻട്രാ ഓക്യുലർ ടെൻഷൻ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റിക് നെർവ് ഡാമേജ് കുറയ്ക്കാനായിട്ട് പറ്റും. അത് നോർമൽ ആയിട്ടുള്ള സാധാരണ കാണുന്ന ഗ്ലോക്കോമയിൽ IOT എപ്പോഴും റൈസ്ഡ് ആയിരിക്കും. ആൻഡ് ലോ IOT ഗ്ലോക്കോമേഴ്സ് വരുന്നുണ്ട്. അവിടെ ആയാലും നമ്മുടെ IOT കുറച്ചു കഴിഞ്ഞാൽ, കുറയ്ക്കുക മീൻസ് നോർമൽ ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒപ്റ്റിക് നെർവ് ഡാമേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്ലോക്കോമ രണ്ട് പ്രിൻസിപ്പൽ ഫോമിൽ മെയിൻലി കാണാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആൻഡ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. എന്നാൽ എന്താണ് ഓപ്പൺ ആംഗിൾ, എന്താണ് ക്ലോസ്ഡ് ആംഗിൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കിയാലോ, എന്താണ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ? നമുക്ക് നോക്കാം. ഇൻ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ദ ട്രാബെക്കുലർ മെഷ്വർക്ക് ഓഫേഴ്സ് ഇൻക്രീസ്ഡ് റെസിസ്റ്റൻസ് ടു ഫ്ലൂയിഡ് ഔട്ട്ഫ്ലോ. ട്രാബെക്കുലർ മെഷ്വർക്ക് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, അതായത് നമ്മുടെ അക്യൂസ് ഹ്യൂമർ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന രണ്ട് പാത്വേസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ഏതൊക്കെയാ? ട്രാബെക്കുലർ മെഷ്വർക്കും ഉണ്ട്, UVO സ്ക്ലീറൽ ഔട്ട്ഫ്ലോയും ഉണ്ട് അല്ലെ. ഏതൊക്കെയാ? നമസ്കാരം, എഡ്യൂസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിക്കകത്ത് ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് തന്നെ ഒരു എൻ്റെ ചാപ്റ്റർ ആണ്. പാരൻട്രോൾസ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, എന്തൊക്കെ രീതികളാണ് എന്നുള്ളത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാൻ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. സോ എന്തൊക്കെയാണ് നമുക്കൊരു ഹോസ്പിറ്റൽ മാനുഫാക്ചറിംഗിൽ അത്യാവശ്യമായിട്ടുള്ളത്? ഫസ്റ്റ് വൺ ഈസ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. എന്താ മെഡിക്കൽ എക്യുപ്മെന്റ്സ്? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് വളരെ അത്യാവശ്യമായ കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത്? നമുക്ക് ഒരുപാട് സർജറി ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. സോ സെക്കൻഡ് വൺ ഈസ് മെഡിക്കൽ സപ്ലൈസസ് ആണ്. മെഡിക്കൽ സപ്ലൈസ് എന്തൊക്കെയാണ്? മേ ബി ഓക്സിജൻ സിലിണ്ടേഴ്സ്, മെഡിസിൻസ് ഒക്കെ ആവാം അല്ലെ. സോ നോർമലി ഓക്സിജൻ സിലിണ്ടേഴ്സ് ഒക്കെ ആയിരിക്കും വരിക. പിന്നെ അത് മാത്രമല്ല മാസ്കുകൾ, അതൊക്കെ സപ്ലൈസ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാർമസ്യൂട്ടിക്കൽസ്. സോ ഫാർമസ്യൂട്ടിക്കൽസിൽ ഡ്രഗ്സ് വരാം അല്ലെ, ഡ്രഗ്സുകൾ വരാം. അതിൽ തന്നെ പാരലൽ പ്രിപ്പറേഷൻസ് വരാം, നോൺ പാരലൽ പ്രിപ്പറേഷൻസ് വരാം. ആൻഡ് ഫോർത്ത് വൺ ഈസ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്. സോ സർജറി ചെയ്യുന്ന ലൈക്ക് കൈൻഡ് ഓഫ് എക്യുപ്മെന്റ്സ് അല്ലെ. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഡയഗ്നോസ്റ്റിക്സുകൾ, ഡ്രഗ്സുകൾ ഒക്കെയാണ് നോർമലി മാനുഫാക്ചറിംഗിൽ വരിക. സോ നമ്മളത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും.